എല്ലാവർക്കും നമസ്കാരം. കൃഷ്ണമന്ദേ സത്സംഗ സമിതി സംഘടിപ്പിക്കുന്ന ലളിതാ സഹസ്രനാമ പഠന ക്ലാസ്സിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് നയിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ സാർ ശ്രീനിവാസൻ പന്താലിങ്കലാണ്. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം ഷാജി, എല്ലാവർക്കും നമസ്കാരം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംഭൂബലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിൽ എഴുന്ന ശക്തി, വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കെന്നുള്ളത്തിൽ വന്ന് വിളയാടുക സരസ്വതീ നീ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരീ നാരായണീ നമോസ്തുതേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ സംസാര സാഗരത്തിൽ ഇങ്ങനെ ഉഴലുക എന്നൊക്കെ പറയും. എന്തൊക്കെയോ ചെയ്യുന്നു, എന്തെല്ലാമോ സംഭവിക്കുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം മഹാഭാരതത്തിൽ ജൈമിനി മഹാഭാരതം എന്ന് പറഞ്ഞൊരു വെർഷനുണ്ട്. അതിനകത്തൊരു കഥയുണ്ട്. വ്യാസഭഗവാനോട് ചെന്ന് കുറച്ച് മുനികുമാരന്മാർ ചോദിക്കുകയാണ്, ഈ കലുഷിതമായ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് നമുക്ക് ശാന്തി കിട്ടുക, ശാന്തി കിട്ടുമോ, കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അദ്ദേഹം പറയാണ്, ഭഗവത് കൃപയുണ്ടെങ്കിൽ ശാന്തി തനിയെ വരും. എത്ര കർമ്മ നമ്മളുടെ ബന്ധനങ്ങളുണ്ടെങ്കിലും ആ ആശീർവാദം ഉണ്ട് മുകളിൽ നിന്നുണ്ടെങ്കിൽ ആ ശാന്തി കിട്ടും നിങ്ങൾക്ക് എവിടെയാണെങ്കിലും. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തത് തന്നെ എവിടെ വെച്ചിട്ടായിരുന്നു? യുദ്ധകളത്തിൻ്റെ മധ്യത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ശാന്തി എവിടെയും കണ്ടെത്താന്നുള്ള ആ ഒരു സൂചന കൂടിയാണത്. എത്ര മോശമായ കാലാവസ്ഥയാണെങ്കിലും അന്തരീക്ഷമാണെങ്കിലും. അങ്ങനെ ഈ വേദവ്യാസൻ ഇവരെ ഈ മുനികുമാരന്മാരെ കൂട്ടിയിട്ട് യുദ്ധം കഴിഞ്ഞിട്ടേ ഉള്ളൂ, എല്ലാവരും നശിച്ച് അങ്ങനെ ആ താറുമാറായി കിടക്കുന്ന കുരുക്ഷേത്ര യുദ്ധകളത്തിലേക്ക് പോവുകയാണ്. പോയിട്ട് ഒരു വലിയ മണിയുണ്ട്, വലിയൊരു മണി ഇങ്ങനെ അതിൻ്റെ ആ ഹുക്ക് പൊട്ടിയിട്ട് താഴത്ത് കിടക്കുന്നു. അപ്പോൾ അത് എത്രയോ യോജന വിസ്താരത്തിലുള്ളൊരു മണിയാണ്. ആ മണി പ്രയാസപ്പെട്ട് ഇവരെല്ലാവരും കൂടി പൊക്കി നോക്കുന്നു. അപ്പോൾ യുദ്ധം തലേ ദിവസം വൈകുന്നേരത്ത് കഴിഞ്ഞതേ ഉള്ളൂ. അതിനകത്ത് 4 പക്ഷിക്കുഞ്ഞുങ്ങളുണ്ട്. ഒരു കുഴപ്പമില്ലാതെ 4 ചെറിയ പക്ഷിക്കുഞ്ഞുങ്ങൾ, മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് ഇരിക്കുന്ന ഒരു പക്ഷിക്കുഞ്ഞുങ്ങൾ 4 കണ്ടു. അപ്പോൾ എങ്ങനെയാണ് ഈ യുദ്ധകളത്തിനകത്തും ഇവ രക്ഷപ്പെട്ടതെന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ വലിയ മണിയുടെ അകത്ത് ഇത് വന്നതെന്ന്. അപ്പോൾ യുദ്ധത്തിൽ ഇങ്ങനെ ധാരാളം അമ്പും വില്ലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ അമ്മ പക്ഷി ആ കുരുക്ഷേത്രത്തിൻ്റെ മുകളിലൂടെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത്രേ. അങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരുടെയോ അമ്പ് അതിൻ്റെ വയറ്റിൽ തട്ടി. അപ്പോൾ ഈ മുട്ടകളെല്ലാം അങ്ങനെ അതിൻ്റെ ഉദരത്തിലുണ്ടായിരുന്നു. ആ പക്ഷി അങ്ങനെ മൂർച്ഛിച്ച് ഈ യുദ്ധക്കളത്തിൽ വീഴുകയാണ്. അതേ സമയത്ത് തന്നെ ഭഗദത്തൻ എന്ന ആ യോദ്ധാവിൻ്റെ ആന, ഭീമന് ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടാക്കിയ ആനയായിരുന്നു ഈ ഭഗദത്തൻ്റെ ആന. അതിന് ഒരിക്കലും ടീം ചെയ്യാൻ പറ്റുന്നില്ല, തോൽപ്പിക്കാൻ പറ്റുന്നില്ല, ധാരാളം ആളുകളെ കൊല്ലും അത്. അങ്ങനെയായിരുന്നു. അപ്പോൾ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, ഇതിൻ്റെ കഴുത്തിൽ ഒരു മണിയുണ്ട്, വിശാലമായ മണി. ആനകളിലെ വീരനാണ് ഭഗദത്തൻ്റെ ആന. ആ മണി അമ്പെയ്ത് നീ പൊട്ടിച്ച് കളയേ. അത് പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ആനയുടെ ശക്തി ക്ഷയിക്കും. അപ്പോൾ അതിനെ ഭീമനെ വേഗം തോൽപ്പിക്കാം. അങ്ങനെ കൃത്യമായിട്ട് ഈ പക്ഷി വീണ് ഈ യുദ്ധകളത്തിലേക്ക് വീഴാൻ പോകുന്ന അതേ സന്ദർഭത്തിലാണ് അർജുനൻ്റെ അമ്പേറ്റ് ഈ ഭഗദത്തൻ്റെ ആ ആനയുടെ കഴുത്തിലുള്ള ആ വലിയ മണി വീഴുന്നത്. അങ്ങനെ സുരക്ഷിതമായിട്ട് പക്ഷി അവിടെ വീഴുന്നു. അത് മുട്ട വയറിൽ നിന്നും പുറത്തേക്ക് പോരുന്നു, കാരണം അമ്പേറ്റിരുന്നു. ഒരു കേടുപാടും കൂടാതെ മുട്ടകൾ 4 വിരിയുന്നു. അത് കഴിഞ്ഞ് ഇദ്ദേഹം വേദവ്യാസനും മുനികുമാരന്മാരും പൊക്കിയെടുക്കുമ്പോൾ പക്ഷികൾ ചിറകളിച്ച് ആ 4 പക്ഷിക്കുട്ടികളും പറന്നു പോകുന്നു. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ,
വിധിവിഹിതമേവനും ലംഘിച്ചുകൂടടോ എന്നുള്ള നമ്മളൊക്കെ ധാരാളം ചൊല്ലിയിട്ടും കേട്ടിട്ടുണ്ട്. അതേ ആ വിധി തന്നെ ആ കൃപയോടുകൂടി വന്ന് നിങ്ങളെ കാത്തുരക്ഷിക്കും. ഈ ലളിതാ സഹസ്രനാമത്തിലെ ദേവിയുടെ ഉപാസകർക്കും ഇതേപോലെ തന്നെ ഉള്ള അനുഭവം തീർച്ചയായിട്ടും സാധ്യമാകും എന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം നമ്മളുടെ എല്ലാം കർമ്മങ്ങളോ പ്രാരാബ്ധങ്ങളോ എല്ലാം മാറ്റിമറിക്കാൻ പറ്റുമെന്നുള്ളതല്ല. എല്ലാവിധ കഷ്ടപ്പാടുകളുടെ ഇടയ്ക്കും നമുക്ക് ദേവീ ചൈതന്യം തന്നെയാണ് നമ്മൾ എന്നുള്ള ആ ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഉദ്ദേശം തന്നെ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ദേവിയുടെ കുണ്ടലിനി സ്വരൂപം മുഴുവൻ കണ്ടു നമ്മൾ. അതിനുശേഷം നമ്മൾ ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യ കുഠാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തിർ ഭക്ത സൗഭാഗ്യദായിനി ഈ ശ്ലോകത്തിലാണ് നമ്മൾ നിർത്തിയത്. അതിനകത്ത് നമ്മൾ ഭവാനി എന്നുള്ള നാമം കുറേയൊക്കെ വിശദമായി കണ്ടിരുന്നു, ഭവാനി എന്നുള്ള നാമം. എങ്കിലും ചുരുക്കമായിട്ടൊന്ന് പറയാം. അപ്പോൾ ദേവിയുടെ ബാഹ്യരൂപം കണ്ടു, അതിനുശേഷം കുണ്ടലിനി രൂപം കണ്ടു, അത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ സൂക്ഷ്മ തമരൂപം സൂക്ഷ്മ തരരൂപം കണ്ടു. ഇനി ദേവിയുടെ മറ്റ് വിശേഷണങ്ങളാണ്. എങ്ങനെയാണ് ഭക്തരെ അനുഗ്രഹിക്കാനുള്ള ദേവിയുടെ സ്വഭാവങ്ങളും അതുപോലെ ആ വർണ്ണനകളും എന്താണെന്നുള്ളത് വർണ്ണിക്കുന്ന നാമങ്ങളാണ് ഇനി. അപ്പോൾ ഈ 41-ാമത്തെ ശ്ലോകമാണ് നമ്മൾ കണ്ടത്. ഭവാനി, ഭവൻ എന്ന് പറഞ്ഞാൽ ശിവനാണ് എന്ന് നമ്മൾ കണ്ടു. അത് ഇവിടെ ജലസ്വരൂപിയായിട്ടുള്ള ശിവനാണ്. അപ്പോൾ അഷ്ടമൂർത്തിയാണ് ശിവൻ. നമ്മളൊക്കെ ദേവിയുടെ ഒരു പേര് തന്നെ ഉണ്ട്, അഷ്ടമൂർത്തി അജാജൈത്രി എന്ന്. അപ്പോൾ അഷ്ടമൂർത്തിയാണ് ശിവൻ. 8 രൂപത്തിൽ, 8 രൂപം എങ്ങനെയാണ്? 5 പഞ്ചഭൂതങ്ങളിലെ ഓരോ പഞ്ചഭൂതങ്ങളിലെ രൂപത്തിലും ഈ പരമശിവന്റെ രൂപങ്ങളുണ്ട് ഈ 5 പഞ്ചഭൂതങ്ങളിലും. അത് കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ, ചന്ദ്രൻ പ്രത്യക്ഷമായിട്ടുള്ള 2 സ്രോതസ്സുകളാണത്. അപ്പോൾ സൂര്യനും ചന്ദ്രനും 5 പഞ്ചഭൂതങ്ങളും, അങ്ങനെ 7. 8-ാമത്തതാണ് നമ്മളുടെ ആത്മാവ്, അല്ലെങ്കിൽ അഹംബോധം, അല്ലെങ്കിൽ നമ്മൾ തന്നെ, നമ്മുടെ മനസ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ അതാണ് 8-ാമത്തെ. അത് ബ്രഹ്മാണ്ടമാകുമ്പോൾ ചൈതന്യരൂപിയായിട്ടുള്ള ശിവനായി മാറും. നമ്മളാകുമ്പോൾ നമ്മുടെ ആത്മാവ് അല്ലെങ്കിൽ നമ്മുടെ ശരീരമായി മാറും, മനസ്സായി മാറും അത്. അപ്പോൾ ഇങ്ങനെ 8 രൂപത്തിലെ ശിവനുണ്ട്. അതിനകത്ത് ഇവിടെ ഭവാനി എന്ന് പറയുന്നത്, ഭവൻ എന്നുള്ള ശിവൻ ഇവിടെ ജലസ്വരൂപിയാണ്. അപ്പോൾ ഭവാനി എന്താണ് ചെയ്യുന്നത്? ശിവന്റെ 8 രൂപങ്ങളിലെ ജലസ്വരൂപിയായിട്ടുള്ള ശിവന് വളരെ യോഗ അവസ്ഥയിലിരിക്കുന്ന ശിവന് പലതാവാനുള്ള ആ ബോധമുണ്ടായപ്പോൾ ആ ബോധം, ആ ബിന്ദു വികസിച്ച് അതിന് ശക്തി, ചലനസ്വരൂപിയായിട്ട് ശക്തി കൊടുക്കുന്നത് ഈ ദേവിയാണ്. അങ്ങനെ ശിവനും ശക്തിയും കൂടിയിട്ടാണ് ആ ജലസ്വരൂപിയായിട്ടുള്ള ദേവി. ജലത്തിൽ നിന്നാണ് ആദ്യമായിട്ട് ഉൽപ്പത്തി ഉണ്ടായിട്ടുള്ളതാണ് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ളത്. നമ്മളൊക്കെയും പറയുന്നത് മത്സ്യാവതാരമായിട്ടായിരുന്നു ആദ്യം വിഷ്ണു ഭഗവാൻ അവതാരമെടുത്തത് എന്നും അറിയാം. അപ്പോൾ ഇവിടെ ജലസ്വരൂപിയായിട്ടുള്ള ശിവൻ ഭവനിൽ ചേർന്ന് ജീവൻ നൽകുന്നവളാണ് ഭവാനി. അപ്പോൾ ഭവന്റെ പത്നി ഭവാനി, ഭവനെ ജീവിപ്പിക്കുന്നവൾ, ഭവനെ ചലിപ്പിക്കുന്നവൾ ഭവാനി. ഭവം എന്ന് പറഞ്ഞാൽ സംസാരം, ഈ സംസാരത്തിന് ചൈതന്യമായിട്ടുള്ളവൾ ഭവാനി. അതുപോലെ തന്നെ ഭവൻ കാമനാണ്, കാമനെ ജീവിപ്പിച്ചവൾ ഭവാനി. ഇങ്ങനെയൊക്കെ പേരുണ്ട്. പക്ഷെ ഇവിടെ അഷ്ടമൂർത്തിയായിട്ടുള്ള ശിവന് ജലസ്വരൂപിയായ ശിവനെ ഭവൻ എന്നാണ് പറയുന്നത്. ഓരോ നാമങ്ങൾ വരുമ്പോഴും നമ്മൾ ഏത് സ്വരൂപമാണെന്ന് അപ്പോൾ കാണാം. ജലസ്വരൂപിയായിട്ടുള്ള ശിവൻ ഭവനാണ്, ആ ശിവന്റെ പത്നിയാണ് ഭവാനി. അങ്ങനെ ഭവാനി എന്നുള്ള നാമത്തിൻ്റെ അർത്ഥം നമ്മൾ കാണുന്നു. ഇനി ഇതിനുശേഷം ഈ ഭവാനി എന്നുള്ള നമ്മൾ ആ ശങ്കരാചാര്യരുടെ 22-ാമത്തെ ശ്ലോകവും കണ്ടു. ഭവാനിത്വം, ഭവാനിക്ക് ഭക്തര് അങ്ങോട്ട് വന്ന് വിളിച്ചാൽ മതി, അപ്പോൾ ആശീർവാദം കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഭവാനിത്വം എന്ന് പറഞ്ഞപ്പോൾ ഭവാനിത്വമാണോ എന്ന് ചോദിച്ചതെന്ന് ചോദിച്ച് ഭക്തനെ ആശീർവദിക്കാനിരിക്കുന്ന ദേവിയെയും നമ്മൾ ഇവിടെ കണ്ടു. അപ്പോൾ ഇനി ജഡിതി പ്രസന്നയാണ് ദേവി എന്നുള്ള ഒരു സൂചന കൂടിയാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. അടുത്ത നാമമാണ് ഭാവനാഗമ്യ. ഭാവനാഗമ്യ എന്നും ഭാവന അഗമ്യ എന്നും 2 രൂപത്തിൽ ഈ ശ്ലോകത്തിൽ നമുക്ക് വിശദീകരിക്കാം. അപ്പോൾ ഭാവന അഗമ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭാവന കൊണ്ട് ഗമിക്കപ്പെടാൻ സാധിക്കാത്തവൾ ആണ് അഗമ്യ എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മനപ്പായസം ഒന്നും നമ്മൾ ഒരു സാധനയും ഒന്നും നടത്താതെ വെറുതെ
നമ്മൾ സ്വാർത്ഥ ബുദ്ധിയോടുകൂടി ദേവിയെ വിളിച്ചു കഴിഞ്ഞാൽ, ദേവി വരുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ ഭാവന അഗമ്യയാണ്. അപ്പോൾ നമ്മുടെ ഭാവനയ്ക്ക് വെറും സ്വാർത്ഥ ബുദ്ധിയേ ഉള്ളൂ. അതേസമയത്ത് ആ ഭാവന, ആ സങ്കല്പം സാത്വികമായി മാറുകയാണ്. ദേവി തന്നെയാണ് എനിക്ക് ശരണമെന്ന് വിചാരിക്കുകയാണ്. സാധനകളിലൂടെയും മന്ത്രജപങ്ങളിലൂടെയും ദേവിക്ക് വേണ്ടി നമ്മൾ ആ ആഗ്രഹം മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയുള്ള ആ സങ്കല്പത്തിലാവുമ്പോൾ ഭാവന ഗമ്യ എന്നായി മാറും. ഭാവനയാൽ ഗമിക്കപ്പെടുന്നവൾ, അല്ലെങ്കിൽ ഭാവന കൊണ്ട് നമുക്ക് പ്രാപ്യമായിരിക്കുന്ന ദേവി എന്നുള്ള അർത്ഥമാണ് നമ്മൾക്ക് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഭാവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ധ്യാനമാണ് മറ്റൊരർത്ഥം. അപ്പോൾ ധ്യാനം കൊണ്ട് പ്രാപിക്കപ്പെടാൻ വളരെ എളുപ്പം സാധിക്കുന്നവളാണ് ഈ ദേവി എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഇപ്പോൾ എത്രയോ കാലം മുന്നേ നമ്മുടെ ഋഷിമുനികളൊക്കെ ഈ ധ്യാനത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മുടെ തലയിൽ കയറില്ല. നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നതുപോലെ ഈ സായിപ്പ് പറഞ്ഞാൽ മാത്രമാണ് ധ്യാനം എന്നുള്ളതൊക്കെ ഒരു ടെക്നിക്കാണെന്ന് അറിയുള്ളൂ. ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ട് കോർപ്പറേറ്റുകളിലൊക്കെ ഈ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക് പഠിപ്പിക്കും. എന്താണ് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ? ഇത് തന്നെയാണ് നമ്മളുടെ ധ്യാനത്തിൽ നമ്മൾ ചെയ്യുന്നത്. ദേവീ രൂപം, ആ ചുവന്ന രൂപം മനസ്സിൽ ധ്യാനിക്കുന്നു. ധ്യാനിച്ചതിന് ശേഷം ഉറങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആ സുഷുപ്താവസ്ഥയിൽ ദേവി ഇരിക്കുകയാണെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു. ആ ദേവിയെ ഉണർത്താൻ വേണ്ടി ഒരുപക്ഷെ നമുക്കൊരു ടെക്നിക്ക് ഒന്ന് അഡോപ്റ്റ് ചെയ്ത് നോക്കാം. പെട്ടെന്ന് നമ്മൾ അടുത്ത് ചെന്ന് വളരെ കണ്ണൊക്കെ അടച്ച് നമ്മൾ ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ആ ഉറങ്ങിക്കിടക്കുന്ന ലളിതാ പരമേശ്വരിയെ ലളിതാ പരമേശ്വരി, ലളിതാ പരമേശ്വരി, ലളിതാ പരമേശ്വരി എന്ന് പറഞ്ഞ് ഉണർത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ ഉണർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ദേവി ഉണരുന്നതായിട്ടുള്ള ആ ഭാവന ശരിക്കും വരണം. അങ്ങനെ നമ്മൾ ദേവിയെ കണ്ടു, ദേവി ഉണരുകയാണ്, ദേവിയെ വിളിക്കുകയാണ്. സദ്ഭാവനയോടുകൂടി തന്നെ, ഭാവനാഗമ്യ എന്നുള്ള ആ ധ്യാനഭാവത്തോടു കൂടി തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ഈ ദേവി പതുക്കെ ഉണരുകയാണ്. ഉണരുന്ന ദേവിയെ കണ്ട് നമ്മൾ പ്രസന്നചിത്തനാവുന്നു, ദേവിയെ നമ്മൾ വന്ദിക്കുന്നു. അതിനുശേഷം നമ്മുടെ ആഗ്രഹം നമ്മൾ മനസ്സിലുള്ളത് നമ്മൾ പ്രകടിപ്പിക്കുന്നു. ക്രിയേറ്റീവ് വിഷ്വലൈസേഷനാണ് നമ്മളുടെ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ. അങ്ങനെ നമ്മുടെ ആഗ്രഹം എന്താണ്? ഇപ്പോൾ നമ്മൾ എന്തും ആഗ്രഹിക്കാം. ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എനിക്ക് ചുവന്ന നിറത്തിലുള്ള ഒരു നല്ല കാറ്. ഏതാ ബ്രാൻഡ് വേണ്ടതെന്ന് മനസ്സിൽ വേണം, ഏതാണ് മേക്ക് വേണ്ടതെന്ന് മനസ്സിൽ വേണം. അവിടെയൊന്നും സംശയം പാടില്ല. അതെല്ലാം നമ്മൾ കൃത്യമായി പറഞ്ഞ് ദേവിയോട് നമ്മൾ ആ ദേവിയെ ആരാധിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ദേവിയോട് ചോദിക്കുകയാണ് എനിക്കിത് വേണമെന്ന്. അങ്ങനെ ദേവി കനിഞ്ഞ് നമ്മളെ അനുഗ്രഹിക്കുന്നു. ദേവി തൃക്കൺ തുറന്നിട്ട് തഥാസ്തു എന്ന് പറയുന്നു. അത് നമ്മൾ കാണുന്നു. അങ്ങനെ നമ്മൾക്ക് ആ കാറ് ലഭിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഇരുന്ന് കാണുകയാണ് ദേവിയെ മനസ്സിൽ പ്രതിഷ്ഠിച്ച്. അതിനുശേഷം ദേവിയോട് ഒരുപാട് നന്ദി പറഞ്ഞ് നമ്മൾ ആ ചുവന്ന നിറത്തിലുള്ള കാറിൽ കയറി നമ്മൾ ദേവിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമ്മൾ ആ കാർ ഓടിക്കുന്നു. ഓടിച്ചതിന് ശേഷം ദേവിയോട് നന്ദി പറഞ്ഞ് ആ ഉണർന്ന ദേവിയെ വീണ്ടും എവിടെയാണോ ദേവി ഉറങ്ങിക്കിടന്നിരുന്നത് അവിടെ തന്നെ ആ ദേവിയെ തിരിച്ച് പ്രതിഷ്ഠിച്ചതിന് ശേഷം നന്ദി പറയുന്നു. ഇതിനാണ് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ മോഡേൺ ടെക്നിക്ക് പറയുന്നത് ഇത് നിങ്ങൾ റിപ്പീറ്റഡ്ലി ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് സാധിക്കാനുള്ള കർമ്മകുശലത വരും, അതിനുള്ള വഴി കാണും, നിങ്ങൾക്ക് ആ കാറ് കിട്ടും എന്നുള്ളതാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഫ്രിഡ്ജിൻ്റെ മുകളിൽ എഴുതി ഒട്ടിച്ച് വെക്കൂ, എവിടെയാണ് പോകേണ്ടത്, വാട്ട് ആർ ദ 3 things you want to do in life, അത് എഴുതി വെക്കൂ, പുട്ട് എ ഡേറ്റ് ടു ഇറ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് എന്നും വിഷ്വലൈസ് ചെയ്യുമെന്ന്. ഇപ്പോൾ ദർ ഈസ് എ ഡോക്ടർ ജോസഫ് മർഫിയുടെ ഒരു പുസ്തകമുണ്ട്, ദ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്. അതിനകത്ത് ക്രിയേറ്റീവ് വിഷ്വലൈസേഷനെ വളരെ ഭംഗിയിൽ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ദ സീക്രട്ട് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. ധാരാളം വിറ്റഴിയുന്ന പുസ്തകമാണ്. ഇത് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ്റെ ഇംഗ്ലീഷ് വൽക്കരണമാണ്. നമ്മുടെ ഈ ധ്യാനം തന്നെയാണിത്. ഇതിൻ്റെ ഒരു മൂവിയുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ദ സീക്രട്ട് ബുക്ക്, ദ സീക്രട്ട് എന്നുള്ള പുസ്തകവും ദ സീക്രട്ട് എന്നുള്ള മൂവിയും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റും. പക്ഷേ നമ്മൾ ഇത്രയും കാലം ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ചൈതന്യത്തെ നമ്മളുടെ ധ്യാനത്തിലൂടെ നമ്മൾ സഹസ്രാര ചക്രത്തിലേക്ക് ഉയർത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ ശരിക്കും കണ്ടു. അപ്പോൾ നമ്മളുടെ എല്ലാ കോൺസെൻട്രേഷനും ശക്തിയും എല്ലാം നമ്മളുടെ പ്രഭാവവും കൂടും. ഒരുവിധ തടസ്സങ്ങൾ നമുക്ക് ഒരു കാര്യത്തിലും വരില്ല. അങ്ങനെ നമുക്കത് ശരിയായ രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ സത്യം. അവിടുന്നാണ് ഈ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നന്നായി ഭാവനയിൽ നമ്മൾ ശരിയായ രീതിയിൽ ദേവിയെ ധ്യാനിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രാപ്യമാവുന്നതാണ് ദേവി.
ഇനിയോ 114 നാമം ഭവാരണ്യ കുഠാരിക. ഭവാരണ്യ കുഠാരിക. ഭവം എന്ന് പറഞ്ഞാൽ ഈ സംസാരമാണ്. ഈ സംസാര സാഗരം അല്ലെങ്കിൽ സംസാരമാകുന്ന കാട്, വനം എന്നൊക്കെ പറയാം. അപ്പോൾ ഭവാരണ്യം സംസാരമാകുന്ന ആരണ്യം. ആരണ്യം എന്ന് പറഞ്ഞാൽ കാട്. കുഠാരിക. കുഠാരിക എന്ന് പറഞ്ഞാൽ കോടാലി. അപ്പോൾ സംസാരമാവുന്ന ഈ കാടിനെ വെട്ടിമാറ്റുന്ന കോടാലിയാണ് ദേവി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സംസാര സാഗരത്തിൽപ്പെട്ട് അലയുന്ന എല്ലാ ജന്മങ്ങൾക്കും മോക്ഷം കൊടുക്കുന്നതാണ്. ആ വൃക്ഷങ്ങളെ, ആ പാഴ്വൃക്ഷങ്ങളെ എല്ലാം മാറ്റി വഴി തെളിയിച്ച് ദേവി നമ്മൾക്ക് പ്രദായിനിയായിട്ട് ഇവിടെ വാണരുളും എന്നുള്ളതാണ് ഭവാരണ്യ കുഠാരിക എന്നുള്ള നാമം കൊണ്ട് വിശേഷിക്കുന്നത്. അപ്പോൾ ഈ സംസാരബന്ധനമാകുന്ന ഈ കാടിന് കോടാലിയായിട്ട് അങ്ങനെ അതിനെ വെട്ടി നശിപ്പിക്കുന്നവളായ ദേവിക്ക് നമസ്കാരം എന്നുള്ളതാണ് ഇവിടെ ഈ നാമത്തിൻ്റെ അർത്ഥം. അപ്പോൾ ദേവി കടാക്ഷം ഒന്ന് മാത്രമേയാണ് ഈ സംസാര ദുഃഖത്തിൽ നിന്നും നമ്മൾക്ക് മോചനം കിട്ടുള്ളൂ. കാരണം പ്രാരാബ്ധം കൊണ്ട് വന്നു കഴിഞ്ഞാൽ കിട്ടിയതൊക്കെ അനുഭവിച്ചേ പറ്റൂ. പക്ഷേ അതിൽ ദേവി കടാക്ഷം ഉണ്ടെങ്കിൽ നമ്മൾക്കും ധ്യാനാവസ്ഥയിൽ എത്താൻ പറ്റുമെങ്കിൽ, നമ്മുടെ ബ്രഹ്മരന്ധ്രം തുറക്കാൻ പറ്റുമെങ്കിൽ നമ്മൾക്കും ശരിയായ രീതിയിൽ ഇവിടുന്ന് തന്നെ ആ എല്ലാവിധ പ്രാരാബ്ദങ്ങളും തീർത്തു പോകാം എന്നുള്ളത് നമ്മുടെ ശാസ്ത്രങ്ങൾ വീണ്ടും 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 പറയുന്നത്. അതാണ് മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഈ നാമങ്ങളെല്ലാം, ഈ എല്ലാ ഉപനിഷത്തുകളും ഇതുപോലുള്ള സഹസ്രനാമങ്ങളൊക്കെ നമ്മുടെ ഋഷിമുനിമാർ നമുക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത്. ഇനി 115 നാമം 41 ശ്ലോകത്തിലെ നാമം തന്നെയാണ്. 41 ശ്ലോകത്തില് 1 2 3 4 നാമങ്ങളാണ്. അല്ല, 4 നാമങ്ങളല്ല. 41 ശ്ലോകത്തില് 1 2 3 4 5 6 നാമങ്ങളാണ്. അപ്പോൾ ഭദ്രപ്രിയ നമ്മൾ ഏതാ കണ്ടത്? ഇപ്പോൾ ഏത് നാമം കണ്ട്? ഭവാരണ്യ കുഠാരിക. ഇനി അടുത്ത നാമമാണ് ഭദ്രപ്രിയ. ഭദ്രപ്രിയ എന്നുള്ളത് 41 ശ്ലോകത്തിലെ 115 നാമമാണ് ഭദ്രപ്രിയ. ഭദ്രം എന്ന് പറഞ്ഞാൽ മംഗളം. അപ്പോൾ ശിവനാണ് ഭദ്രം എന്ന് പറഞ്ഞാൽ. അപ്പോൾ മംഗളകാര്യങ്ങളിൽ ഇഷ്ടമുള്ളവളാണ് ഭദ്രപ്രിയ. മംഗളം ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ ഇഷ്ടമുള്ളവളാണ്, തൃപ്തിയുള്ളവളാണ് ദേവി. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം എന്നാണ് ഭദ്രപ്രിയ എന്നുള്ള നാമം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഭദ്രൻ ആരാണ്? ശിവനാണ്. അപ്പോൾ ശിവൻ ഏറ്റവും പ്രിയമുള്ളവളാണ് ദേവി. അതുപോലെ തന്നെ മംഗളകരമായിട്ടുള്ള ആ കാര്യങ്ങൾക്കൊക്കെ ശിവം എന്ന് പറഞ്ഞാൽ മംഗളമാണ്. ആ മംഗളകാരിണിയായ ദേവിയെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ഈ ഭക്തന്റെ എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് തന്നെ നടക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനിയോ ഭദ്രം എന്ന് പറഞ്ഞാൽ മേരുദണ്ഡം. അപ്പോൾ മേരുദണ്ഡം എന്ന് പറഞ്ഞാൽ നട്ടെല്ല്. നട്ടെല്ലിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മുടെ സുഷുമ്ന നാഡി പോകുന്നത്. അതിൻ്റെ അടിയിലാണ് മൂലാധാരത്തിൽ ഈ കുണ്ടലിനി പ്രാണശക്തി ഇരിക്കുന്നത്. ദേവി ശക്തിയായിട്ട് ചൈതന്യമായിട്ട് ഇരിക്കുന്നത് ആ നട്ടെല്ലിൻ്റെ ഏറ്റവും നടുവിലൂടെ പോകുന്ന ആ സുഷുമ്ന നാഡിയുടെ അറ്റത്താണ്. അപ്പോൾ ഭദ്രപ്രിയയാണ്. അപ്പോൾ സുഷുമ്ന നാഡിക്ക് പ്രിയയാണ് ദേവി. എപ്പോഴും എന്താണ് ചെയ്യുന്നത്? നമ്മൾ കണ്ടു, പീത്വ മുകളിലേക്ക് പോവുക, അങ്ങനെ ആ കുളാമൃതത്തിൽ രസിക്കുക, തിരിച്ച് വീണ്ടും അതിൻ്റെ യഥാസ്ഥാനത്ത് വന്ന് വീണ്ടും വസിക്കുക, പിന്നെയും മുകളിലേക്ക് പോവുക, അങ്ങനെ ആ കുളാമൃതത്തിൽ രസിക്കുക. ഇങ്ങനെയാണ്. അപ്പോൾ ആ പാത്ത് ഓഫ് ദാറ്റ് എന്താ പറയുക, ശക്തി, ആ ദേവിയുടെ ആ ചലനത്തിലെ ആ പാത്താണ് ഈ നടുവിലുള്ള നട്ടെല്ല്. അതുകൊണ്ട് തന്നെ മേരുദണ്ഡം എന്നുള്ള അർത്ഥമെടുക്കുകയാണെങ്കിൽ ഭദ്രപ്രിയ എന്നുള്ള ഭദ്ര എന്നുള്ളതിന് ഭദ്രം എന്നുള്ളത് നട്ടെല്ലായി എടുക്കുകയാണെങ്കിൽ നട്ടെല്ലിലൂടെ സഞ്ചാരം ഏറ്റവും പ്രിയങ്കരമാണ് ദേവിക്ക് എന്നുള്ളത് ഒരർത്ഥമായി വരുമ്പോൾ. ഇനിയോ ഭദ്രം എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായ ഒരാനയാണ്. ആനയ്ക്കുള്ള പേരാണ് ഭദ്രം. അപ്പോൾ ആന നമുക്കറിയാം, മനസ്സാണ് ആനയെ പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ടാണ് രാഗസ്വരൂപ പാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല എന്നുള്ള നാമത്തിലെ അങ്കുശത്തെ കാണിക്കുന്നത്. അപ്പോൾ ഈ മനസ്സിൻ്റെ പ്രതീകമായിട്ടുള്ള ആന. അപ്പോൾ എങ്ങനെയാണ് ആ ശ്രേഷ്ഠമായിട്ടുള്ള ചിന്തകളുള്ള അതുപോലത്തെ നിയന്ത്രിക്കുന്ന ദേവിയാണ് ഒന്ന്. രണ്ടാമത് ഉയർന്ന ഉള്ളവർക്ക് പ്രിയമുള്ളവർ. അപ്പോൾ ഭദ്രം ശ്രേഷ്ഠമായിട്ടുള്ള ഒന്ന് ആന. ആ ആനയെ നിയന്ത്രിക്കുന്നു, ആ മനസ്സിനെ നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ ശ്രേഷ്ഠമായ ചിന്താഗതിയുള്ളവർക്ക് ദേവി എപ്പോഴും പ്രിയങ്കരിയാണ്. കാരണം അവരെപ്പോഴും ആ ആൾട്ടേർഡ് കോൺഷ്യസ്നെസ് ലെവലിൽ സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ട് ഭദ്രപ്രിയ. അപ്പം നമ്മൾ ഭദ്രപ്രിയ എന്നുള്ള വിവിധ നാമങ്ങളിൽ അർത്ഥം കണ്ടു.
ഭദ്രം എന്നുള്ളത് മംഗളമാണ്, മംഗളകാരിണിയാണ് ദേവി. ഭദ്രൻ ശിവനാണ്, ശിവപത്നിയാണ്, മംഗളകാരിണിയാണ് ദേവി അവിടെയും. ഭദ്രം എന്നുള്ളത് നട്ടെല്ലാണ്, മേരുദണ്ഡമാണ്. സുഷുമ്നയിലൂടെ പ്രയാണം നടത്തുമ്പോൾ നട്ടെല്ല് പ്രിയങ്കരമാണ് ദേവിക്ക്, അതുകൊണ്ട് ഭദ്രപ്രിയ. ഭദ്രം എന്ന് പറയുന്നത് ആനയാണ്, മനസ്സിനെ നിയന്ത്രിച്ച് അങ്ങനെ കൊണ്ടു നടത്തുന്നവളാണ് ദേവി. ഭദ്രം എന്ന് പറഞ്ഞാൽ ഉയർന്ന ചിന്താഗതിയാണ്. അപ്പോൾ ആ ഉയർന്ന ചിന്താഗതിയുള്ളവർക്ക് പ്രിയങ്കരിയാണ് ദേവി, അതുകൊണ്ട് ഭദ്രപ്രിയ. ഇനി അതേ ശ്ലോകത്തിലെ തന്നെ 116 നാമത്തിലേക്ക് നമുക്ക് പോകാം. ഭദ്രമൂർത്തി. ഭദ്രമൂർത്തി എന്ന് പറഞ്ഞാൽ വീണ്ടും ശിവൻ, മംഗളം, ശ്രേഷ്ഠം, ഇതിൻ്റെയൊക്കെ മൂർത്തിമത് ഭാവമായവളാണ് ദേവി. ആ ദേവിക്ക് നമസ്കാരം. ഇപ്പൊ ഭദ്രമൂർത്തി ശിവന്റെ പത്നിയാണ്, അതുപോലെ തന്നെ ഭദ്രകാളിയാണ്. ഇവിടെ ഭദ്രമൂർത്തി എന്ന് പറഞ്ഞാൽ ഭദ്രകാളിയാണ്, ശിവന്റെ പത്നി എന്നതിലുപരി ഭദ്രകാളി കൂടിയാണ് ദേവി, ഭദ്രമൂർത്തി എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾക്കറിയാം മംഗളകാരിണിയാണ് ദേവി, അതുകൊണ്ടാണ് ഭദ്ര എന്നുള്ളത്. അപ്പോൾ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ എന്ന് പറഞ്ഞ സർവമംഗളങ്ങൾക്കും കാരണകാരിണിയാണ് ആര്? ദേവി. അപ്പോൾ അതുപോലെ തന്നെ ഭദ്രകാളി കൂടിയാണ്, അതുകൊണ്ടും ഭദ്രമൂർത്തി എന്ന് പറയും. അപ്പോൾ 5 ഭദ്രകാളിമാരുണ്ട്. നമ്മൾക്ക് ഒരു ഭദ്രകാളിയാണ് പരിചയമുള്ളൂ. ഈ 5 ഭദ്രകാളിമാരാണ് ആരൊക്കെയാണെന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഈ 5 കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഉള്ള ഈ ഭാരത സങ്കല്പത്തിൽ പല സ്ഥലങ്ങളിലും ആരാധനാ സമ്പ്രദായങ്ങളുണ്ട് ഈ ഓരോ ഭദ്രകാളികൾക്കും. അപ്പോൾ ഈ എല്ലാ ആരാധനാ സമ്പ്രദായങ്ങളും കേരളത്തിലെ ചില 17 ആരാധനാ സമ്പ്രദായങ്ങളുണ്ട് അത്ര. അപ്പോൾ 17 ഭദ്രകാളി ക്ഷേത്രങ്ങളിലൂടെ ഇത് നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ചൊക്കെ തന്ത്രത്തിൽ പഠിക്കുമ്പോൾ കൂടുതൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഭദ്രകാളി 5 ആരാണെന്ന് നമുക്കറിയാം. ഒന്നാമത്തെ നമുക്കറിയാം, ആദ്യം ദക്ഷൻ്റെ യാഗശാലയിൽ അങ്ങനെ ആത്മാഹുതി ചെയ്ത ദേവിയുടെ ജഡമെടുത്തിട്ട് ദേവൻ പരമശിവൻ അങ്ങനെ നൃത്തമാടിയ സമയത്ത് അതിനുശേഷം ദക്ഷനെ വധിക്കാൻ വേണ്ടിയിട്ട് ദക്ഷഗർവവും തീർത്തു വീരഭദ്രനെ കൊണ്ടു തൽക്ഷണം ജീവൻ നൽകി യാഗവും മുടിച്ചു. വീരഭദ്രനും ഭദ്രകാളിയും 2 പേരെയാണ് സൃഷ്ടിക്കുന്നത് അവിടെ. ദക്ഷൻ തൻ്റെ മുടി ജഡ ഇങ്ങനെ നിലത്ത് തല്ലിയിട്ട് വീരഭദ്രനെയും ആരെയാണ്? ഭദ്രകാളിയെ സൃഷ്ടിക്കും. ആ ഒരു ഭദ്രകാളിയാണ് ദക്ഷന്റെ ശിരസ് അറുക്കുന്നത്. അതാണ് ദക്ഷജിത്ത് എന്നറിയപ്പെടുന്ന ഭദ്രകാളി. അപ്പോൾ നമുക്ക് വളരെയധികം പരിചയമുള്ള ഭദ്രകാളിയാണ്. ശിവന്റെ ജഡയിൽ നിന്നും ഉത്ഭവിച്ചതാണ് ഈ ഭദ്രകാളി. അത് കഴിഞ്ഞാൽ കാളികാ പുരാണം എന്ന് പറഞ്ഞിട്ടൊരു പുരാണമുണ്ട്. ആ പുരാണത്തില് മഹിഷാസുര നിഗ്രഹത്തിന് ദേവി ഭദ്രകാളിയായിട്ട് അവതരിക്കുന്നുണ്ട്. അപ്പോൾ 3 യുഗങ്ങളില് 3 മഹിഷാസുരന്മാരുണ്ടായിത്രേ ഓരോ പ്രാവശ്യവും. അപ്പോൾ ഓരോ പ്രാവശ്യവും ദേവിക്ക് അവതരിക്കേണ്ടി വരും. അങ്ങനെ ആദ്യം ഉഗ്രചണ്ഡ എന്നുള്ളതാണ് ആദ്യത്തെ യുഗത്തില് ഭദ്രകാളിയായി വന്ന് മഹിഷാസുരനെ കൊന്നത്. രണ്ടാമത് ഭദ്രകാളി തന്നെയായി വന്ന് കൊന്നു. 3-ാമത്തെ പ്രാവശ്യം ദുർഗയായി വന്നിട്ട് മഹിഷാസുരനെ വർദ്ധിക്കുന്നു. അപ്പം മഹിഷജിത്ത് എന്ന പേരിൽ ഭദ്രകാളി അറിയപ്പെടുന്നു. അപ്പോൾ ആദ്യത്തെ ആയിരുന്നു ദക്ഷജിത്ത്, ദക്ഷനെ ജയിച്ച ഭദ്രകാളി. അത് കഴിഞ്ഞാൽ മഹിഷനെ കൊന്ന ഭദ്രകാളി, അതാണ് മഹിഷജിത്ത്. 3-ാമത്തെ ഭദ്രകാളിയാണ് നമ്മൾ മലയാളികൾക്കൊക്കെ പരിചയം. എല്ലാ ദേവീക്ഷേത്രങ്ങളിലും തട്ടകത്തിലെ ദേവീക്ഷേത്രങ്ങളിലൊക്കെ ദാരിക നിഗ്രഹണത്തിന് കളമ്പാട്ടൊക്കെയുള്ള, ഇപ്പോൾ മുളയങ്കാവിലെ ഭഗവതി ക്ഷേത്രമാണെങ്കിലും അതുപോലെ നമ്മുടെ മലബാറിലെ ഭഗവതി ക്ഷേത്രങ്ങളിലൊക്കെ കളമ്പാട്ടുമുണ്ട്. കളമ്പാട്ടിൽ കളം വരച്ച് ദാരികൻ്റെ ശിരസ്സറുത്ത് നിൽക്കുന്ന ദേവിയെ കാണിക്കും. അതിനുശേഷം കളം വായിക്കുന്ന ഒരു വളരെ ഭക്തി നിർഭരമായിട്ടുള്ള ചടങ്ങ് തന്നെയാണ്. അപ്പോൾ ദാരിക നിഗ്രഹത്തിന് ശിവന്റെ തൃക്കണ്ണിൽ നിന്നും ജനിച്ചതാണ്. അപ്പോൾ ദാരികൻ്റെ കൊടും ക്രൂരതകൾ സഹിക്കാൻ പറ്റാതെ ബ്രഹ്മാവിൻ്റെ വരം കിട്ടിയതായിരുന്നു. അപ്പോൾ ശിവന്റെ അടുത്ത് വരുന്നതാണ്. അപ്പോൾ ഒരു സ്ത്രീയാൽ മാത്രമേയാണ് വധിക്കപ്പെടൂ എന്നുള്ളത് കൂടി ഉണ്ടായിരുന്നു. അത് കാരണം അദ്ദേഹത്തിന് ആർക്കും ദാരികനെ വധിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ശിവന്റെ തൃക്കണ്ണിൽ നിന്നും ഭദ്രകാളിക്ക് ജന്മം കൊടുക്കുന്നതാണ് ശിവൻ. അങ്ങനെ ആ തൃക്കണ്ണിൽ നിന്നുള്ള ഭദ്രകാളി ദാരികന്റെ ശിരസ്സറുത്ത് ഇങ്ങനെ എല്ലാവർക്കും ആ ദുഃഖത്തിൽ നിന്ന് മോചനം കൊടുക്കുന്നത്. അപ്പോൾ ദാരികജിത്ത് എന്നറിയുന്നതാണ് 3-ാമത്തെ ഭദ്രകാളി. ഇനി 4-മതൊരു ഭദ്രകാളിയുണ്ട്. രുരു എന്നുള്ള ഒരു അസുരനുണ്ടായിരുന്നു. അതിക്രൂരനായ അസുരനായിരുന്നു ഈ രുരു. അപ്പോൾ രുരു എന്ന അസുരനെ പേടിച്ച ദേവതകളൊക്കെ എല്ലാവർക്കും പ്രയാണം ചെയ്യാം, അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം ആസുരിക ശക്തികൾ കൂടുമ്പോൾ, ദൈവികമായിട്ടുള്ള ചൈതന്യം ദേവന്മാർക്ക് നഷ്ടപ്പെടുമ്പോൾ എപ്പോഴും അസുരന്മാര് ദേവലോകം പിടിച്ചടക്കും.
അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണത്രേ നീലിമലയിലോ മഹേന്ദ്ര പർവ്വതത്തിലോ മറ്റോ തപസ്സിരിക്കുന്ന ഒരു ദേവീരൂപമായിരുന്നു ആര്? രൗദ്രി. ആ രൗദ്രി ഇങ്ങനെ ഓടുന്നത് കാണുമ്പോൾ ദേവന്മാരിൽ ഒരാളെ പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണത്രേ, എന്തിനാണ് നിങ്ങൾ ഓടിപ്പോകുന്നതെന്ന്. അപ്പോൾ ഈ കൊടും ക്രൂരതകൾ വർണ്ണിക്കുകയാണ് ഈ ദേവൻ രൗദ്രിയോട്. ദേവി ഇങ്ങനെയൊക്കെയാണ്, വളരെ മോശമായ അവസ്ഥയാണ്, വളരെ താണ്ഡവമാടുകയാണ് ഈ അസുരൻ, രുരു എന്നുള്ള അസുരൻ. അത് കേൾക്കുമ്പോൾ ധാർമ്മിക രോഷം, ദേവി കണ്ടിട്ടില്ല, പക്ഷേ ചിലതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ധാർമ്മിക രോഷം വരും. അങ്ങനെ ധാർമ്മിക രോഷം വന്ന ദേവിയുടെ മുഖം കറുത്തിരുണ്ടു പോവുകയാണ്. കറുത്തിരുണ്ടു പോയ മുഖത്ത് നിന്നും കാളി ജനിക്കുകയാണ്, ഭദ്രകാളി. അങ്ങനെ ആ മുഖത്ത് നിന്ന് ജനിച്ച ഭദ്രകാളി രുരുവിനെ വധിക്കുകയാണ്. അങ്ങനെ രുരുജിത്ത് എന്ന പേരിൽ ഇപ്പൊ ആരൊക്കെ കണ്ടു നമ്മൾ? ദക്ഷജിത്തിനെ വധിച്ച ഭദ്രകാളി, അത് കഴിഞ്ഞാൽ മഹിഷജിത്തായിട്ടുള്ള ഭദ്രകാളി, അത് കഴിഞ്ഞാൽ ദാരികജിത്തായിട്ടുള്ള ഭദ്രകാളി, ഇനിയുള്ളതാണ് രുരുജിത്തായിട്ടുള്ള ഭദ്രകാളി. ഇനി കൽക്കത്തയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക്, അല്ലെങ്കിൽ ഇവിടേക്കും നമ്മൾ വെജിറ്റബിൾ വെൻഡേഴ്സിൻ്റെ അടുത്ത് പോയാൽ ധാരാളമായി കാണുന്ന ഒരു ഭദ്രകാളിയാണ്. അധികം വയറെല്ലാം ഒട്ടി, മുടിയെല്ലാം പാറി, ചോര നീണ്ട നാക്ക് നീട്ടിയിട്ട് ശിവൻ, ഒരു ബാലസ്വരൂപിയായിട്ടുള്ള ശിവന്റെ ശരീരത്തിലെ കാല് വെച്ച് നിൽക്കുന്ന ഒരു ഭദ്രകാളി. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പലർക്കും, മലയാളികൾക്കൊക്കെ പ്രത്യേകിച്ചും, അയ്യോ ഭദ്രകാളി എന്താ ശിവന്റെ മേൽ കയറി നിൽക്കണേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടുത്തെ എല്ലാം നമ്മൾ ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ കണ്ടേരാവ് മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ എല്ലാ കടകളിലും ഈ ഒരു ഫോട്ടോ ആയിരിക്കും അവർ വെച്ചിട്ടുണ്ടാവുക, വെജിറ്റബിൾ വെൻഡേഴ്സ്. അപ്പോൾ അത് കൽക്കത്തയിൽ ധാരാളമായി കാണുന്ന ഒരു കാളി സ്വരൂപമാണ്. ഈ കാളി സ്വരൂപം എന്താണിത്? ഇത് ഇത് രക്തബീജൻ. ഇപ്പം നമ്മൾക്ക് ദേവി മഹാത്മ്യം വായിച്ചവർക്കറിയാം, രക്തബീജൻ അതിശക്തനായ രാക്ഷസനായിരുന്നു. ആ രക്തബീജന്റെ ആ രക്തം എവിടെയാണോ വീണത് അത്രയും 10 മടങ്ങ് ശക്തിയുള്ള രാക്ഷസന്മാരായി മാറും. അപ്പോൾ ഇദ്ദേഹത്തിനെ കൊല്ലാനൊരു നിവൃത്തിയില്ല, കാരണം രക്തം ചിന്താതെ കൊല്ലാൻ പറ്റില്ല. അങ്ങനെ ദേവി ഒരുപാട് പിന്നെ ഈ രക്തബീജനുമായിട്ട് യുദ്ധം ചെയ്യുന്നതാണ്. പക്ഷെ വീണ്ടും വീണ്ടും രക്തബീജന്മാരുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവരൊക്കെ വധിക്കും, പക്ഷെ ഒറിജിനൽ രക്തബീജനെ വധിക്കാൻ പറ്റില്ല. അങ്ങനെ ദേവി രക്തബീജന്റെ രക്തം മുഴുവൻ കുടിക്കുകയാണ്, നാവ് പുറത്ത് നീട്ടിയിട്ട്. ഏറ്റവും രൗദ്രമായിട്ടുള്ള രൂപം ദേവിയുടെ, ഭദ്രകാളിയുടെ ഈ രക്തബീജനെ കൊല്ലുന്നതാണ്. അങ്ങനെ ആ രക്തം മുഴുവൻ കുടിച്ച് ആക്രോശത്തിൽ നിൽക്കുന്ന അദ്ദേഹത്തെ, ആ രക്തബീജനെ വധിച്ച് നിൽക്കുന്ന ആ ഭദ്രകാളിയെ ആർക്ക് നരസിംഹമൂർത്തി എങ്ങനെയാണ് പ്രഹ്ലാദൻ കുട്ടിയായി നിന്നപ്പോൾ ശാന്തനായത്, അതുപോലെ ശാന്തസ്വരൂപിയായിട്ട് ബാലരൂപിയായി ശിവൻ അങ്ങനെ കിടക്കുകയാണ് ആ ഭദ്രകാളിയുടെ കാൽക്കൽ. അത് കാണുമ്പോൾ അറിയാതെ ആ താണ്ഡവം നടത്തുന്ന ഭദ്രകാളി തൻ്റെ കാലെടുത്ത് വെക്കുന്നതാണ്. ആ പതി പരമേശ്വരനായ ശിവന്റെ പെട്ടെന്ന് ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആ പിക്ചറാണ് നമ്മൾ കാണുന്നത് ഈ ദക്ഷിണ കാളി സങ്കല്പത്തിൽ. അപ്പോൾ ഇതാണ് മറ്റൊരു ഭദ്രകാളി. ഇപ്പോൾ ദക്ഷിണേശ്വരിൽ നമുക്ക് കാണുന്ന ആ ഭദ്രകാളിയെ നമുക്ക് അതുപോലെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ദേവിയുടെ ദേഷ്യം എന്ന മുഖത്തിൽ നിന്നും ദേവിയുടെ രക്തബീജനെ കൊല്ലാൻ വേണ്ടി ജനിച്ചതാണ് ഈ ഭദ്രകാളി. ആ ഭദ്രകാളിയാണ് രക്തബീജജിത്ത് എന്ന് പറയുന്ന 5ാമത്തെ ഭദ്രകാളി. ഈ 5 ഭദ്രകാളികളും ശിവശക്തി ഐക്യമാണ് കാണിക്കുന്നത്. കാരണം ശിവനിൽ നിന്നും ജനിച്ച ഭദ്രകാളികളാണ് ഇതെല്ലാം. അപ്പോൾ ശിവനും ശക്തിയും തമ്മിലാണ് ഈ ബ്രഹ്മാണ്ടത്തെ ചലിപ്പിക്കുന്നതെന്ന ആ ശാശ്വത സത്യം ഇവിടെയും ഈ ഭദ്രമൂർത്തി എന്നുള്ള നാമത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി 41ാമത്തേല് ഭക്തസൗഭാഗ്യദായിനി, 117ാമത്തെ നാമമാണ് ഭക്തസൗഭാഗ്യദായിനി. അപ്പോൾ വളരെ അർത്ഥം പെട്ടെന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ദേവി ഭക്തന്മാർക്ക് സൗഭാഗ്യത്തെ അരുളുന്ന ദേവിയാണ്, ദായിനിയാണ് ദേവി. അപ്പോൾ ഭക്തന്മാർക്ക് സൗഭാഗ്യത്തെ അരുളുന്ന, ദാനം കൊടുക്കുന്ന ദേവിയാണ്, അല്ലെങ്കിൽ കൊടുക്കുന്ന ദേവിയാണ് ഭക്ത സൗഭാഗ്യദായിനി. ഇവിടെ ധനം, ആരോഗ്യം, കീർത്തി, ജ്ഞാനം എന്ത് വേണമെങ്കിലും ദേവിയെ സദ്യപ്രസാദിനി എന്നുള്ള നാമം കൂടി ദേവിക്കുണ്ട്. ശരിയായ രീതിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ദേവി സാധിപ്പിച്ചു തരും എന്നുള്ളതാണ് ഭക്ത സൗഭാഗ്യദായിനി എന്ന നാമം കൊണ്ട്. പക്ഷെ ശരിയായ രീതിയിൽ എന്താ പറയുക, ഭക്തനായി മാറണം നമ്മൾ, എന്നാലേ അത് നടക്കുള്ളൂ. അപ്പോൾ ആത്യന്തികമായി എന്താണ് തരുന്നത്? പിന്നെ കൈവല്യത്തെ തരുന്നു. ആ ഔന്നത്യത്തിൽ നമ്മൾക്ക് എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഉപരിയായി നിൽക്കുന്നതാണ്. കാരണം എന്തുണ്ടായാലും അതിൻ്റെ പിറകിൽ, ഇപ്പം നമ്മൾ പറയില്ലേ, ഒരു മലയുണ്ടെങ്കിൽ അതിനൊരു താഴ്ചയും കാണുമെന്ന്, ഒരു പകലുണ്ടെങ്കിൽ അതിനൊരു രാത്രിയും കാണുമെന്ന്. അപ്പോൾ ഇത് നിയതിയാണ്.
എന്ത് നമ്മൾക്കുണ്ടെങ്കിലും അതിൻ്റെ മുകളിൽ അപ്പുറത്ത് എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ പറ്റില്ല. എത്ര സൂക്ഷിച്ചാലും. ഒരുപക്ഷെ ആ പക്ഷിക്കുഞ്ഞുങ്ങൾ ആ മണിയിൽ നിന്ന് രക്ഷപ്പെട്ടു. അവിടെ കൃപയുണ്ടായിരുന്നു. പറന്നു പോകുമ്പോഴേ പറക്കമുറ്റാൻ ആയിരുന്നതേ ഉള്ളൂ. പെട്ടെന്ന് അതിനെ ഒരു പ്രാപ്പിടിയൻ പിടിച്ചു തിന്നാൻ പറ്റും. പിടിച്ചു തിന്നു എന്ന് വരാം. അപ്പോൾ എന്ത് സുഖത്തിനും ഉപരിയായിട്ട് ഒരു ദുഃഖമുണ്ടായിരിക്കും. ആത്യന്തികമായിട്ട് സംസാരത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ റിയലൈസേഷനാണ് വേണ്ടത്. ഞാനും ഈ ബ്രഹ്മവും ഒന്നാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഉള്ള നമ്മളുടെ ആ പേടി പോവും. അവിടെ അങ്ങനെയുള്ള ആ കൈവല്യത്തെ നമ്മൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ വീണ്ടും കാശ്മീരിലേക്ക് പോവുകയാണ്. നാഷണൽ ഇൻ്റഗ്രേഷൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കാശ്മീരിൽ നമ്മൾ പണ്ട് കണ്ടു, കന്യാകുമാരി ദേവിയുടെ ഭാരതാംബയുടെ പാദമാണെങ്കിൽ കാശ്മീര ദേശം ശിരസ്സാണ് ദേവിയുടെ എന്ന്. അപ്പോൾ കാശ്മീരത്തിലെ ഒരു കാളി ഉപാസകർ ധാരാളം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ശരിക്കും ഈ ഒരു പദ്ധതി തന്നെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെ ഒരു പഞ്ചസ്തവി ഉണ്ട് കാശ്മീര ദേശത്തിൽ. 5 ശ്ലോകങ്ങളാണ്. അതിനകത്ത് ഒരു ശ്ലോകം ഞാനിവിടെ ഒന്ന് പറയാം. യാചേന കഞ്ചന ന കഞ്ചന വഞ്ചയാമി സേവേന കഞ്ചന നിരസ്ത സമസ്ത ദൈന്യ ശ്ലഷ്മം വസി മധുരമഗ്നി ഭജേ വനസ്ത്രീ ദേവി ഹൃദിസ്ഫുരവിനീ കുളകാമധേനു. ഇവിടെ എന്താ പറയുന്നത്? ഒരു ഭക്തൻ ദേവിയുടെ ഒരു ആരാധകനായ ഒരു സമ്പ്രദായത്തില്, ഈ പഞ്ചസ്തവി സമ്പ്രദായത്തിൽ ദേവിയെ ആരാധിക്കുന്ന ഒരു ഭക്തൻ പറയാണ്, യാചേന കഞ്ചന ന കഞ്ചന വഞ്ചയാമി. നമുക്ക് ഐശ്വര്യം വരണമെങ്കിലും അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ യാചിക്കണം, അല്ലേ? അല്ലെങ്കിൽ വഞ്ചിക്കണം ആരെങ്കിലും. അപ്പോൾ യാചിക്കണം, അല്ലെങ്കിൽ വഞ്ചിക്കണം, അല്ലെങ്കിൽ പാദസേവ ചെയ്യണം. ഈ 3 വഴിയേ ഉള്ളൂ. യാചിക്കണം, വഞ്ചിക്കണം, അല്ലെങ്കിൽ വല്ലവരെയും നമ്മൾ മണിയടിക്കണം, പാദസേവ ചെയ്യണം. ഈ 3 കാര്യങ്ങളും ചെയ്തിട്ടില്ല ഞാൻ എന്നാണ് ആ ഭക്തൻ പറയുന്നത്. പിന്നെയോ സേവേന കഞ്ചന നിരസ്ത സമസ്ത ദൈന്യ. ദൈന്യതയോട് കൂടിയിട്ട് ഞാൻ സേവയും ചെയ്തിട്ടില്ല ആരെയും എനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ യാചന ചെയ്തിട്ടില്ല, വഞ്ചന ചെയ്തിട്ടില്ല, സേവന ചെയ്തിട്ടില്ല ഞാൻ. പിന്നെയോ എന്നിട്ടും എനിക്ക് എന്തുണ്ട്? ശ്ലഷ്മം വസി. എൻ്റെ ശ്ലഷ്മം എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രങ്ങളാണ് ഞാൻ ധരിക്കുന്നത്. ശ്ലഷ്മം വസി എന്ന് പറഞ്ഞാൽ വളരെ നല്ല വസ്ത്രങ്ങളാണ് ഞാൻ ധരിക്കുന്നത്. പിന്നെന്താ പറയുന്നത്? മധുരമഗ്നി ഭജേവന സ്ത്രീ. മധുരമഗ്നി, നല്ല ഭക്ഷണമാണ് ഞാൻ കഴിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ പാരിവാരിക ജീവിതം ഏറ്റവും സുഖകരമാണ് എൻ്റെ. അപ്പോൾ ഇതെന്നും ഞാൻ ചെയ്യാണ്ട് എൻ്റെ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ദേവി ഹൃദിസ്ഫുരവിനി കുളകാമധേനു. കുളകാമധേനുവായിട്ടുള്ള ആ ദേവി എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് എന്ന്. ഈ പഞ്ചസ്തവിയിലത്തെ ഒരു ശ്ലോകമാണിത്. ബാക്കി 4 ശ്ലോകം കണ്ടുപിടിക്കണം. അത് വളരെ ഇത് ഒരു ആരാധനാ സമ്പ്രദായമാണ്. ദേവിയെ മനസ്സിൽ കണ്ട് ആരാധിക്കുക. അങ്ങനെ ദേവി തന്നെ ആ കുളാമൃതത്തിൽ രസിച്ചുകൊണ്ടിരിക്കുന്ന ദേവിയെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക, അങ്ങനെ എല്ലാം നേടിയെടുക്കുക എന്നുള്ള ഒരു ആണ്. അപ്പോൾ പഞ്ചദശി മന്ത്രത്തിന് സൗഭാഗ്യ മന്ത്രം എന്ന് പറയും. പഞ്ചദശി മന്ത്രം എന്നാണ് ശ്രീവിദ്യാമന്ത്രം. ശ്രീവിദ്യാമന്ത്രം ആരാധിച്ചു കഴിഞ്ഞാൽ, ശരിക്കും അത് പഠിച്ച് ആരാധിച്ചു കഴിഞ്ഞാൽ സൗഭാഗ്യദായകമാണ്, സൗഭാഗ്യമന്ത്രം എന്ന് പറയും. കാരണം അൾട്ടിമേറ്റ്ലി കൈവല്യത്തെ തരും അത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 41-ാമത്തെ ശ്ലോകം അവസാനിപ്പിച്ചു. 41-ാമത്തെ ശ്ലോകം ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യകുഠാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തി ഭക്ത സൗഭാഗ്യദായിനി. അങ്ങനെ ആ നാമങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി ശ്ലോകം 42ലേക്ക് പ്രവേശിക്കാം നമുക്ക്. ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യാ ഭയാവഹ ശാംഭവി ശാരദാരാധ്യ സർവാണി ശർമ്മദായിനി. അപ്പോൾ ഭക്തിപ്രിയ ഭക്തിഗമ്യ ഇതൊക്കെ ഓരോ നാമങ്ങളാണ്. ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാവഹ ശാംഭവി ശാരദാരാധ്യ സർവാണി ശർമ്മദായിനി. 118 മുതൽ 125 വരെ 8 നാമങ്ങളാണ് ഈ 2 വരിയുള്ള ശ്ലോകത്തിൽ. അപ്പോൾ നമ്മൾ 16 അക്ഷരങ്ങളുള്ള ശ്ലോകത്തിൽ നിന്നാണ് ഇപ്പോൾ വീണ്ടും ചുരുങ്ങി നമ്മൾ 8 ഒരു ശ്ലോകത്തിൽ ഒരു വരിയിൽ 4 നാമങ്ങളുള്ള ശ്ലോകത്തിലേക്ക് എത്തി നമ്മൾ. അപ്പോൾ ഇനി നാമങ്ങൾ പെട്ടെന്ന് പോകും. അത് കാരണം ഒരു ശ്ലോകം കവർ ചെയ്യുമ്പോൾ ഒരുപാട് നാമങ്ങൾ നമുക്ക് കവർ ചെയ്യേണ്ടി വരും, ചെറിയ നാമങ്ങളായിട്ട്. 118ാമത്തെ നാമത്തിലേക്ക് പ്രവേശിക്കാം. ഭക്തിപ്രിയ. അപ്പോൾ ഭക്തിപ്രിയ എന്ന് പറഞ്ഞാൽ ഭക്തിയെ ഇഷ്ടപ്പെടുന്നവളാണ് ദേവി. ഇനി നമ്മളൊക്കെ ഭക്തന്മാരാണോ? നമ്മൾക്കൊക്കെ തോന്നും
അപ്പോൾ എപ്പോഴും പറയണത് കേൾക്കാം, ഈ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ മൈക്ക് പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക്, ഭക്തജനങ്ങളെ, ഇപ്പം നമുക്കൊക്കെയും തോന്നും നമ്മൾ ഭക്തജനങ്ങളാണെന്ന് ഇത് കേട്ട് കേട്ട്. ശരിക്കും ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ആവശ്യത്തിന് മാത്രം ദേവിയെ വിളിക്കുന്ന സ്വാർത്ഥതയ്ക്ക് ഭക്തി എന്ന് പറയാൻ പറ്റില്ല. സ്വാർത്ഥത വേണ്ട എന്നല്ല പറയുന്നത്, എന്നാലും അത് വെറും എനിക്ക്, ഞാൻ, എൻ്റെ എന്നുള്ളതിലും കവിഞ്ഞു വേണം ആ ആ ഭക്തി. അപ്പോൾ അങ്ങനെ ഒരു ഭാവത്തിൽ പോകുമ്പോഴാണ് ഈ ഈവൻ നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ഭക്തിയാണെങ്കിലും, ഈ പ്രാപഞ്ചികമായിട്ടുള്ള സുഖത്തിന് വേണ്ടിയിട്ടുള്ള ഭക്തിയാണെങ്കിലും, ആ ഭക്തിക്ക് ഒരർത്ഥതലം വരുന്നത് എപ്പോഴാണ് നമ്മൾ ഈ അഹം എന്നുള്ള എൻ്റെ, എനിക്ക്, ഞാൻ എന്നുള്ള ആ ബോധം മാറ്റി എന്ത് കിട്ടിയാലും പങ്കുവെക്കാനുള്ള ഒരു മനോഭാവത്തോടു കൂടിയുള്ള, അല്ലെങ്കിൽ എന്ത് കണ്ടാലും കരുണ നിറയുന്ന ഒരു മനോഭാവത്തോടു കൂടിയിട്ട് തന്നെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന് ഭക്തി എന്ന് പറയാം നമുക്ക്. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഭക്തിയുണ്ട്. നമ്മൾ ഭഗവത്ഗീതയിലെ 12-ാമത്തെ അധ്യായത്തിൽ ഭക്തിയോഗം കാണുന്നുണ്ട്. അപ്പോൾ ഭക്തിയോഗത്തിൽ നിർഗുണ പരബ്രഹ്മത്തെ ആരാധിക്കുന്നതാണോ അതോ നാമരൂപത്തോടു കൂടി കൃഷ്ണനെ ആരാധിക്കുന്നതാണോ, ഏതാണ് ഏറ്റവും നല്ല ഭക്തി എന്ന് അർജുനൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭക്തി എന്ന് പറഞ്ഞാൽ ശരിക്കും ആ നിർഗുണ പരബ്രഹ്മത്തെ ആരാധിക്കാൻ ഉള്ള ആ ഒരു ക്വാളിറ്റി, ആ ഒരു ഹയർ തോട്ട്സ് നമുക്കുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരമാണത്, ഏറ്റവും പ്രയാസമുള്ള കാര്യമാണത്. വലിയ മുനിമാർക്ക് പോലും സാധിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ടാണ് അവർ ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് പകർന്നു തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ രണ്ട് തരത്തിലുള്ള, നമുക്കറിയാം ഈ പരാഭക്തിയും അപരാഭക്തിയും എന്ന് പറയും. പരാഭക്തി എന്ന് പറഞ്ഞാൽ ഇവിടെ നിർഗുണ പരബ്രഹ്മത്തെ, അബ്രഹ്മത്തെ തന്നെ, നിർഗുണ ബ്രഹ്മത്തെ നമ്മൾ ആരാധിക്കുന്നതാണ്. എല്ലാം ഒഴിഞ്ഞ് ഈ ബ്രഹ്മാണ്ടത്തിലിരിക്കുന്ന ആ ചൈതന്യത്തെ കണ്ടറിഞ്ഞ് ആരാധിക്കുന്നതാണ്, ഒരു ഉപാധികളുമില്ലാതെ. അതേസമയത്ത് നാമങ്ങളിലൂടെയോ രൂപങ്ങളിലൂടെയോ മന്ത്രങ്ങളിലൂടെയോ കുണ്ടലിനിയെ കണ്ടുകൊണ്ടോ ഒരു രൂപത്തെ ധ്യാനിച്ച് അതിനെ ആരാധിക്കുന്നതാണ് എന്താണ് അപരാഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഭക്തിയും ശക്തിയും നമ്മൾ കൃത്യമായിട്ട് ഇത് രണ്ട് ചെയ്യുമ്പോഴും, ഈ രണ്ട് തരത്തിലുള്ള ഭക്തിയാണെങ്കിലും അത് ആസക്തിയാവാൻ പാടില്ല. ഭക്തി ശക്തിയാവുന്നത് എപ്പോഴാണ്? വെറും സ്വാർത്ഥത മാത്രമായി മാറുമ്പോൾ. അപ്പോൾ ഭക്തിക്ക് ഇതെപ്പോഴും ചിന്തിക്കുക, എന്ത് ദേവിയോട് ചോദിക്കുമ്പോഴും എന്ത് കൃഷ്ണനോട് ചോദിക്കുമ്പോഴും ആലോചിച്ച് നോക്കുക, ഇത് ശക്തിയാണോ അതോ ഭക്തിയാണോ എന്നുള്ളത്. അവിടുന്ന് സ്വാർത്ഥരാകും. ശക്തിയാണെങ്കിൽ സ്വാർത്ഥരാണ്, ഭക്തി ആണെങ്കിൽ ഭവാനിക്ക് പ്രിയങ്കരരാണ് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ പരാഭക്തി എന്ന് പറഞ്ഞാൽ തന്നിൽ മറന്ന് ഈശ്വരനെ കണ്ട്, എല്ലാം ഈശ്വരനാണ്, വേറെ ഒന്നും കാണുന്നില്ല, ചൈതന്യം തന്നെ ഈശ്വരനാണെന്ന് കണ്ടിട്ടുള്ള ആ ഭക്തിയാണ്. അപരാഭക്തി ഗൗണീ ഭക്തിയാണ്. നാമരൂപങ്ങളിലൂടെ, മന്ത്രജപങ്ങളിലൂടെ, ഏതെങ്കിലും പദ്ധതിയിലൂടെ ആ ദേവിയെ കാണുന്നതാണ്. ഇങ്ങനെ ആ ഭക്തി മനസ്സിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഭക്തിപ്രിയയാണ് ദേവി. എന്ത് വേണമെങ്കിലും ദേവി നമ്മൾക്ക് സാധിച്ചു തരും, നമ്മളെ കടാക്ഷിക്കും, കൈവല്യത്തിന് നമ്മൾക്ക് ദേവി വഴി കാണിച്ചു തരും എന്നുള്ളതാണ് ഭക്തിപ്രിയ. ഭക്തിയെ ഇഷ്ടപ്പെടുന്ന ദേവിക്ക് നമസ്കാരം. ഇനി 119-ാമത്തെ നാമാണ് ഭക്തിഗമ്യ എന്ന് പറഞ്ഞാൽ, ഗമ്യ എന്ന് പറഞ്ഞാൽ പ്രാപിക്കാവുന്നത് എന്നർത്ഥം. അപ്പോൾ ഭക്തി കൊണ്ട് പ്രാപിക്കാവുന്നവളാണ് ദേവി. അതുകൊണ്ട് ദേവിയുടെ നാമം ഭക്തിഗമ്യ. ഇപ്പോൾ പരിശുദ്ധ ഭക്തി കൊണ്ട് ഒരാൾക്ക് ദേവിയുടെ പാദകമലങ്ങൾ പ്രാപിക്കാൻ പറ്റും, അതിന് നിസ്സംശയമാണ്. അത് നാരദ ഭക്തിസൂത്രം, ഭക്തി എങ്ങനെയാണ്, ഇത് നമ്മൾക്ക് ഏത് ഭക്തി വേണം, എങ്ങനെ വേണം എന്നൊക്കെ നാരദ ഭക്തി സൂത്രത്തിൽ, അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭഗവത്ഗീതയിലെ ഈ ഞാൻ പറഞ്ഞ ഭക്തിയോഗം തന്നെ ശ്രീകൃഷ്ണൻ വിശദീകരിച്ച് തരുന്നുണ്ട്, എങ്ങനത്തെ ഭക്തരാണ് എനിക്ക് പ്രിയം എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു ഭക്തൻ്റെ ലക്ഷണം എന്താണെന്ന് ശീതോഷ്ണ സുഖദുഃഖേഷു സമത്സംഗ വിവർജിത എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യത്തിലും ചഞ്ചലമായിട്ടുള്ള മനസ്സില്ലാണ്ട് അചഞ്ചലമായിരിക്കുന്ന, എന്നിൽ മാത്രം ശ്രദ്ധ ചെലുത്തിയിട്ട് എൻ്റെ നാമങ്ങൾ ഉച്ചരിക്കുന്ന അവരെയാണ് എനിക്ക് പ്രിയമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വായിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കണം, ഭക്തിമാർഗം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയണം ഏതാണ് ഭക്തിമാർഗം നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്, സ്വീകരിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അടുത്തത് ഭക്തിവശ്യ. ഇതൊക്കെ ഒരേ നാമങ്ങളായിട്ടാണ് വരുന്നത്. ഭക്തന്മാരെ എങ്ങനെ ദേവി സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഈ നാമങ്ങൾക്കൊക്കെ. അപ്പോൾ കുണ്ടലിനി കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ ഭക്തി കൊണ്ട് അധീനമാക്കപ്പെടാവുന്നവളാണ് ഭക്തിവശ്യ.
അപ്പോൾ ദേവിയെ നമ്മൾക്ക് വശ്യപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ ദേവിയെ സ്വാധീനത്തിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഭക്തിവശ്യ. ഭക്തി ഉണ്ടെങ്കിൽ ശരിക്കും ആ എന്താ പറയുക, നമ്മുടെ ശരിയായ രീതിയിലുള്ള ഭക്തിയാണ് നമ്മൾക്ക്, സ്വാർത്ഥതയല്ലാത്ത ഭക്തി ഉണ്ടെങ്കിൽ ദേവിയെ നമുക്ക് നമ്മളുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ദേവിയുടെ പുരുഷാർത്ഥ പ്രദായിനിയാണ് ഇവിടെ. അപ്പോൾ ധർമ്മ അർത്ഥ കാമ മോക്ഷ പ്രദായിനിയാണ് ദേവി. പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് ധർമ്മം. ആദ്യം നമ്മൾ ധർമ്മം, ബ്രഹ്മചര്യത്തിൻ്റെ സമയം വരെ, ആ 18 വയസ്സ് വരെ ധർമ്മം പഠിക്കണം. എല്ലാ ശാസ്ത്രഗ്രന്ഥങ്ങളും പഠിക്കണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം. അതാണ് ധർമ്മം. അതിനനുശേഷം ഏത് വർണ്ണമാണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ആ വർണ്ണത്തിനനുസരിച്ചുള്ള കർമ്മം ചെയ്യാൻ നമ്മൾ പോകണം. ഇപ്പോൾ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്ന് പറഞ്ഞപ്പോൾ അത് ജാതിയല്ല, വർണ്ണമായിരുന്നു. എല്ലാവർക്കും ബ്രഹ്മചാരി വ്രതം, ആരായി ജനിച്ചാലും ബ്രഹ്മചാരിയായിരിക്കണം അവർ എന്നുള്ളത് വളരെ നിഷ്കർഷതയുള്ളതാണ്. നമ്മുടെ എല്ലാ ശാസ്ത്രഗ്രന്ഥങ്ങളും അത് പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ പഠിക്കുന്നത്. ബ്രഹ്മചാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗമാരാവസ്ഥയിൽ അവിവാഹിതനായിരിക്കുന്ന അവസ്ഥയല്ല ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ധ്യാന ധിഷണാശക്തിയെ ഊട്ടി വളർത്തി ഏത് വർണ്ണാശ്രമത്തിലാണോ നമ്മൾ പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. ബ്രാഹ്മണനാണെങ്കിൽ വേദങ്ങളെല്ലാം പഠിക്കും. അതുപോലെ തന്നെ അതിനുശേഷം അവർക്ക് ഗൃഹസ്ഥാശ്രമി ആവണം എന്നുള്ളത് നിർബന്ധമാണ്. അത് പണ്ട് കാലത്ത് ഒരു ആശ്രമം കഴിഞ്ഞാൽ അടുത്ത ആശ്രമത്തിലേക്ക് പോകണം എന്നുള്ളത് തീർത്തും നിഷ്കർഷയായിരുന്നു. അപ്പോൾ 18 വയസ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോൾ 22, 23 വയസ്സിൻ്റെ ഉള്ളിൽ വിവാഹം കഴിക്കുന്നില്ല, ഗൃഹസ്ഥാശ്രമി ആവുന്നില്ലെങ്കിൽ ബ്രഹ്മചര്യം തുടർന്നുകൊണ്ടേയിരിക്കണം, വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കണം. പിന്നെ 32 വയസ്സാകുമ്പോഴാണ് അടുത്ത സ്റ്റേജ് വരുന്നത്, ഏത് ആശ്രമത്തിലാണോ നിങ്ങൾക്ക് പോകേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതേപോലെയാണ് ഈ 2 ആശ്രമങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെയുള്ളത് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഭക്തിവശ്യ എന്ന് പറയുന്ന ധർമ്മം, അതുപോലെ തന്നെ രണ്ടാമത്തെ അർത്ഥം, പഠിച്ചിരിക്കുന്നത് എന്താണോ അതുകൊണ്ട് ഈ ലോക പുരോഗതിക്കുള്ള കർമ്മങ്ങളായി അതിനെ മാറ്റുന്നതാണ് അർത്ഥം. ചിലപ്പോൾ അത് ധനമായി മാറും, ധാന്യമായി മാറും, ഏത് വർണ്ണമാണോ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച്. അതുപോലെ തന്നെ പല നമ്മളുടെ ജോലികളായി മാറും. അതുപോലെ വേദപാഠം പഠിപ്പിച്ച് ആളുകളെ നല്ല ബോധം കൊടുക്കുന്നവരായുള്ള കർമ്മമായി മാറും. എന്താണെങ്കിലും അതാണ് അർത്ഥസമ്പാദനമാണ് അവിടെ ആ കർമ്മത്തിലൂടെ ഉള്ളത്. അവിടെ രണ്ടാമത്തെ പുരുഷാർത്ഥമാണ്. മൂന്നാമത്തത് കാമം. അതിലൂടെ നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് ആ ആഗ്രഹിച്ചതെല്ലാം സാധിപ്പിക്കുക. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്ന് മാത്രമേ ഉള്ളൂ. മലയാളത്തിലുള്ള പോലത്തെ അർത്ഥമല്ല കാമത്തിന്. ഈ കാമം നമ്മളുടെ ഏത് ആഗ്രഹമാണെങ്കിലും അതിനെ പൂർത്തീകരിക്കുക. കാരണം 2 കാര്യമേ ഉള്ളൂ. ഒന്നെങ്കിൽ ആഗ്രഹം പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ എവിടെ നിന്ന് വന്നു ആഗ്രഹം അവിടേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ വേര് കണ്ടെത്തി അതിനെ അവിടെ നിന്നും പറിച്ചു കളയണം. ഈ 2 കാര്യങ്ങൾ മാത്രമേ ആഗ്രഹം വന്നാൽ ചെയ്യാൻ പറ്റുള്ളൂ. ആഗ്രഹം നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല വരുന്നത്, നമ്മുടെ കർമ്മബന്ധങ്ങളിൽ നിന്നും വരുന്നതാണ്, ബന്ധനങ്ങളിൽ നിന്നും വരുന്നതാണ് ആഗ്രഹങ്ങൾ എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ധർമ്മ അർത്ഥ കാമം. അത് കഴിഞ്ഞാലോ പിന്നെയുള്ള സന്യാസം, 4ാമത്തെ അവസ്ഥയാണ്. അവിടെ മോക്ഷമാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ മോക്ഷം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദ്യമുണ്ട്. ഇതൊക്കെ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. മോക്ഷം കിട്ടിയില്ലെങ്കിൽ ആദ്യത്തെ 3 എന്താ പറയുക അധ്യായങ്ങൾ, അല്ലെങ്കിൽ അതിനുശേഷം പിന്നെ 11ഉം 12ഉം വായിച്ചു കഴിഞ്ഞാൽ ഈ എല്ലാ ആ മനുഷ്യൻ്റെ എങ്ങനെ ജീവിച്ച് പോകണമെന്നുള്ള എല്ലാവിധ ഉദാഹരണങ്ങളും ഭാഗവതം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് മോക്ഷം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. മോക്ഷം കിട്ടിയില്ലെങ്കിൽ ആ മോക്ഷം കിട്ടണേ എന്നുള്ള ആഗ്രഹത്തോടു കൂടി ശരീരം വെടിയണം. എന്നാൽ വീണ്ടും ഒരു ജന്മമുണ്ടെങ്കിൽ അത് വളരെയധികം ഇതിനേക്കാളും എത്രയോ മെച്ചപ്പെട്ട് ആ ദൈവത്തോട് അടുക്കാൻ പറ്റിയ ജന്മമായിരിക്കും കിട്ടുക എന്നാണ് പറയുന്നത്. അപ്പോൾ വേഗം നമ്മൾക്ക് പരബ്രഹ്മവുമായിട്ട് അലിഞ്ഞു ചേരാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ദേവിയുടെ ഭക്തിവശ്യയാണ്, ധർമാർത്ഥ കാമമോക്ഷങ്ങളെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി. 121ാമത്തെ നാമമാണ് ഭയാബഹ. ഭയാബഹ എന്ന് പറഞ്ഞാൽ ഭയങ്ങളെ അപഹരിക്കുന്നവൾ എന്നാണ് അർത്ഥം ഇവിടെ. അപ്പോൾ ഭയങ്ങളെ നശിപ്പിക്കുന്നവൾ. അപ്പോൾ നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ 9 മാസം ഇരിക്കുന്ന ഓരോ ശിശുവും, ഇപ്പോൾ മനുഷ്യനെ എടുക്കാം, നമുക്ക് ഏറ്റവും ഭയമുള്ളത് മനുഷ്യനാണ്. കാരണം ജനനം, മരണം, ഈ 2 കാര്യങ്ങളുടെയും ഇടയിൽ നമ്മൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ജനനമരണങ്ങളിൽ, അല്ലേ? ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി ത്വൽഭക്തി നിത്യം മനസ്സിൽ ഉദിക്കുക, അങ്ങനെയല്ലേ പറയണത്? നിത്യം
തൊഴായി വരിക നാരായണായ നമ ആണ് പെട്ടെന്ന് മുഴുവൻ തോന്നുന്നില്ല ശ്ലോകം. അപ്പോൾ അങ്ങനെ ഗർഭസ്ഥനായ മുതൽ അതിനുശേഷം ആ സുഖമായിട്ട് അവിടെ ഇരിക്കുമ്പോൾ അപാനവായുവിൻ്റെ തള്ളൽ കൊണ്ട് പുറത്തേക്ക് വരികയാണ്. നമുക്ക് സുഖബ്രഹ്മർഷിയെ പോലെ 18-16 കൊല്ലം ഇരിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ആ 9 മാസം കഴിഞ്ഞാൽ ഇപ്പം അതിലൊക്കെ നേരത്തെ പോരും, തള്ളി പുറത്തേക്ക് വരികയാണ്. അങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രഷറുകളും നമുക്ക് വരികയാണ്. പിന്നെ ജീവിതം ബാല്യം കഴിയുന്നതോടുകൂടി കഷ്ടകാലമായി മാറുകയാണ്. അപ്പോൾ ഭയങ്ങളിലാണ് നമ്മൾ, മൃത്യു എന്നുള്ള ഭയം. അത് കഴിഞ്ഞാൽ എന്നും എന്തെങ്കിലും ഭയമായിട്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ എല്ലാ ഭയങ്ങളെയും എന്താണ് ചെയ്യുന്നത്? അപഹരിക്കുന്നവളാണ്. ഭയാപഹ എന്നാണ്, അപഹരിക്കുന്നവളാണ് ഈ ദേവി. അപ്പോൾ ദേവിയോട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? ദേവി, ഞാൻ അറിഞ്ഞുകൊണ്ടും അറിയാതെയും എന്തെല്ലാം പാപങ്ങൾ ചെയ്യുന്നുവോ ആ പാപങ്ങളൊക്കെ നീ മാപ്പാക്കിയിട്ട് എന്നെ നിന്നിലേക്ക് അടുപ്പിക്കണമേ എന്നാണ് ദേവിയോട് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ സങ്കല്പം എത്ര മനോഹരമാണ്. ഇവിടെ ഒരു ശ്ലോകം, ഇതുപോലെ ഒരുപാട് സംസ്കൃത ശ്ലോകങ്ങളുണ്ട്. ഭൂമൗ സ്ഖലിതപാദാനാം ഭൂമി ഏകാവലംബനം ത്വയി ജാതാപരാധാനാം ത്വമേവ ശരണം ശിവേ. എന്താണ് പ്രാർത്ഥിക്കുന്നത് ഇവിടെ? ഭൂമൗ സ്ഖലിതപാദാനാം, ഞാൻ ഈ ഭൂമിയിൽ വഴുക്കി വീഴുകയാണ്. എൻ്റെ കാല് തെന്നിയതിന് ശേഷം ഭൂമിയിൽ ഞാൻ വീഴുകയാണ്. ആരാണ് എന്നെ താങ്ങുന്നത്? ഭൂമി തന്നെയാണ് എന്നെ താങ്ങുന്നത്. അപ്പോൾ ഭൂമോ സ്ഖലിതപാദാനാം ഭൂമി ഏകാവലംബനം, ഭൂമി മാത്രമേയാണ് അവലംബമായിട്ടുള്ളൂ. ആ ഭൂമി ദേവി തന്നെ താങ്ങും വീണ് കഴിഞ്ഞാൽ. അതുപോലെ ത്വയ് ജാതാപരാധാനാം, നീ തന്നെ നിന്നാൽ കർമ്മങ്ങളാൽ തന്നിട്ടുള്ള എൻ്റെ അപരാധങ്ങളെല്ലാം ത്വമേവ ശരണം ശിവേ, നീ തന്നെ മാറ്റിത്തരണമേ ദേവി കാർത്യായനി എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഇവിടെ. അപ്പോൾ എത്ര മനോഹരമായിട്ട്, ഇതിനൊക്കെ അർത്ഥമൊക്കെ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. പക്ഷെ സംസ്കൃതം പഠിക്കാത്തതുകൊണ്ട് ഈ ശ്ലോകങ്ങളൊന്നും നമ്മുടെ കൺമുന്നിൽ വന്നതേ ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോന്ന് കാണാൻ തുടങ്ങുമ്പോഴാണ് ഓരോരോ ശ്ലോകങ്ങൾ നമുക്ക് വരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ്? നമ്മൾ ഗംഗയിൽ പോയി, ത്രിവേണിയിൽ പോയിട്ട് നമ്മൾ തർപ്പണം ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ഗംഗാജലത്തെ തന്നെ എടുത്തിട്ട് ഗംഗയിലേക്ക് തർപ്പണം ചെയ്യാണ്, അല്ലേ? അപ്പോൾ ഇത് തന്നെയാണ് ഈ പാപങ്ങളും ഭയങ്ങളും ഒക്കെ നമ്മൾക്ക് ആ പരബ്രഹ്മം തന്നെ തന്നതാണ്. അതെല്ലാം അങ്ങ് തന്നെ എടുക്കണേ എന്നുള്ള അതിനെ എൻ്റെ ഭയം, എൻ്റെ പാപം, ഞാനിത് അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള ആ ഭാവം വരുമ്പോഴാണ് നമ്മളുടെ ജീവിതം ഒരു സ്ട്രഗിളായി മാറുന്നത്. അതിന് പകരം ഇത് ദേവി തന്നെയാണ്, ദേവിയുടെ തന്നെ അർച്ചനയാണെന്ന് കരുതി, ദേവി തന്നെ തന്നതല്ലേ എല്ലാം. ഭക്തി ആര് തന്നതാണ്? വാക്കുകൾ ആര് തന്നതാണ്? പ്രാർത്ഥിക്കാനുള്ള വാക്കുകൾ ആരാണ് തന്നത്? ദേവിയാണ് തന്നത്. സംസാരശേഷി ആരാണ് തന്നത്? ദേവിയാണ് തന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ ഭാഷ ഉണ്ടാക്കി തന്നത് ആരാണ്? നടരാജനിൽ നിന്നും കിട്ടിയ ഭാഷയാണ്. അപ്പോൾ അതെല്ലാം ദേവി തന്നെ തന്നിരിക്കുകയാണ്. അത് ആ ദേവി തന്നെ എടുക്കൂ എന്നുള്ള ആ അർപ്പണ മനോഭാവം എപ്പോഴും എന്ത് ചെയ്യുമ്പോഴും നമ്മൾക്ക് വേണം എന്നുള്ളതാണ് ഭക്തന്റെ ലക്ഷണം. അവിടെയാണ് ഭയാബഹ, ഭയങ്ങളെ അപഹരിക്കുന്നവളായ ദേവിയോട് നമ്മൾക്ക് ഇത് തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. ഇനി നമ്മൾക്ക് 42ാമത്തെ ശ്ലോകത്തിലെ 122ാമത്തെ നാമത്തിലേക്ക് പോവാം. ശാംഭവി. ഇവിടെ ദേവിയുടെ പേരാണ് ശാംഭവി. ശാംഭവി എന്ന് പറഞ്ഞാൽ ശംഭു എന്ന് പറഞ്ഞാൽ മഹാദേവൻ, മഹാദേവന്റെ പത്നിയാണ് ശാംഭവി. അപ്പോൾ ഇനി ശാംഭവി തന്ത്രവിദ്യയിലെ ഒരു ഗംഭീരമായിട്ടുള്ള മുദ്രയാണ്. കായ അവരോഹൺ എന്നുള്ള ശിവപുരാണം സീരിയൽ കണ്ടവർക്കും, അതുപോലെ തന്നെ ഗുജറാത്തിലെ കായവരോഹൺ അമ്പലത്തിൽ നമ്മൾ പോയി, നമ്മൾ ഹനുമാൻ ചാലിസ സമർപ്പിച്ചത് കായവരോഹൺ അമ്പലത്തിലായിരുന്നു. കായത്തോടുകൂടി ലഘുലീശനായിട്ട് പിന്നെ അവതരിച്ചതാണ് ആര്? ശിവൻ അവിടെ. അതുകൊണ്ടാണ് കായവർ. അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശിവലിംഗത്തിൽ ആകാരരൂപിയായിട്ട് ശാംഭവി മുദ്രയിലിരിക്കുന്ന ശിവനെയാണ് കാണുന്നത്. അപ്പോൾ ശാംഭവി മുദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൂപത്തെ മുഴുവൻ മറന്ന് മുദ്രാങ്കിതമായിട്ട് ഇങ്ങനെ ആ ആത്മാവിനെ തന്നെ കണ്ട്, ആ സത്യത്തെ കണ്ട് അലിഞ്ഞിരിക്കുന്ന ആ ധ്യാന അവസ്ഥയാണ് ശാംഭവി മുദ്ര. ഇപ്പോൾ സദ്ഗുരു പഠിപ്പിക്കുന്നുണ്ട്, നമ്മുടെ ഈശ ഫൗണ്ടേഷനിൽ ശാംഭവി മുദ്ര എന്ന് പറയുന്ന ക്രിയ പഠിപ്പിക്കുന്നത്, ശാംഭവി ക്രിയ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു തന്ത്രവിദ്യയുള്ള ക്രിയയാണ് ഭൈരവി ക്രിയ. അപ്പോൾ ഭൈരവിയും ശാംഭവിയും രണ്ട് ക്രിയകളാണ്. ഇവിടെ ശാംഭവി തന്ത്രമുദ്രയാണ് യോഗികൾ ചെയ്യുന്നത്. അപ്പോൾ ശാംഭവി മുദ്രയിലെ ലീനനായിട്ടുള്ള ശിവനാണ് നമുക്ക് കായ അവരോഹണിൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ യോഗയ്ക്ക് വളരെയധികം
നമ്മൾ കുണ്ടലിനിയൊക്കെ അവിടുന്ന് കണ്ടിട്ടും നമ്മൾ പണ്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇത്. അപ്പോൾ ആ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിൽ. അപ്പോൾ അതുപോലെ കുമാരസംഭവം പഠിച്ചവർക്കും കേട്ടവർക്കും ഒക്കെ അറിയാം. കുമാരസംഭവത്തിലും ഇങ്ങനെ ശാംഭവി മുദ്രയിലിരിക്കുന്ന ഒരു ശിവന്റെ രൂപം വർണ്ണിക്കുന്ന ഒരു ശ്ലോകമുണ്ട്. അതിപ്പോൾ സംസ്കൃതം പഠിക്കുന്നവർക്ക് ഇനിയിപ്പോൾ അത് പഠിക്കാൻ പറ്റും, ഈ ഗ്രൂപ്പിൽ ചേർന്നവർക്ക്. അപ്പോൾ ശിവനെ കാളിദാസൻ ഈ ശാംഭവി മുദ്രയിലിരിക്കുന്ന ശിവനെ കുമാരസംഭവത്തിൽ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ അകത്തും പുറത്തും ഈശ്വരനെ മാത്രം കാണുന്ന ആ അവസ്ഥയാണ് ശാംഭവി മുദ്ര. അപ്പോൾ ശാംഭവി. അതുപോലെ 8 വയസ്സായിട്ടുള്ള എല്ലാ കുമാരികൾക്കും ശാംഭവി എന്ന് പറയും. അപ്പോൾ ഈ ലോകത്തിലെ 8 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളും ആരാണ്? ശാംഭവിയാണ്, ദേവി തന്നെയാണ്. അപ്പോൾ ഇത്രയും നാമങ്ങളാണ് ശാംഭവി എന്നുള്ള 122ാമത്തെ നാമം കൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനിയോ ശാരദാരാധ്യ അടുത്ത നാമമാണ്, 123ാമത്തെ നാമം. ശാരദ എന്ന് പറഞ്ഞാൽ സരസ്വതിയാണ്. അപ്പോൾ ദേവി സരസ്വതി തന്നെയാണ്. സരസ്വതിയാൽ ആരാധിക്കപ്പെടുന്നത് അതാണ് സരസ്വതി. നമുക്ക് നേരത്തെ കണ്ടു, ദേവി ശങ്കരാചാര്യര് ആ വീണപ്പെട്ടിയൊക്കെ അടക്കി പിടിച്ചിട്ട് ദേവി ഒന്ന് ഭേഷ് ഭേഷ് എന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോയ നമ്മൾ കണ്ടു. അതുപോലെയാണ്. അപ്പോൾ ആ ശാരദയാൽ, ആ സരസ്വതി ദേവിയാൽ ആരാധിക്കപ്പെടുന്നവളാണ് ഈ ജഗദീശ്വരിയായിട്ടുള്ള ഈ ലളിതാംബിക. അതുപോലെ തന്നെ ശാരദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാരദൻ എന്നൊക്കെ നമ്മൾ കേട്ടില്ലേ? പണ്ഡിതന്മാരെയാണ് ശാരദന്മാർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ശാരദാദേവിയാൽ ആരാധിക്കപ്പെടുന്നവർ, ശാരദന്മാരാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്വാൻമാരാൽ, പണ്ഡിതന്മാരാൽ ആരാധിക്കപ്പെടുന്നവളും ശാരദാരാധ്യ എന്ന രീതിയിൽ ദേവിയെ നമ്മൾക്ക് എടുക്കാം. അതുപോലെ ശരത്കാല നവരാത്രിയിൽ ആരാധിക്കപ്പെടുന്നവൾ. ശരത്കാലം, ശരത് എന്ന് പറഞ്ഞാൽ ശരദ് എന്നാണ്. ശരത് കാല നവരാത്രിയാണ്. അപ്പോൾ ശരത് കാല നവരാത്രിയിൽ ഇവിടെ ഗുജറാത്തിലൊക്കെ ഗർഭ നമുക്കറിയാം എത്ര മാജിക്കൽ ചാമായിരിക്കും. ഇതിൻ്റെ കഴിഞ്ഞ ഒരു നാമം കൂടി വരുന്നുണ്ട്, ശരത്ചന്ദ്ര നിഭാനന എന്നുള്ള അടുത്ത ശ്ലോകത്തിലോ അതിൻ്റെ അപ്പുറത്തെ ശ്ലോകത്തിലോ മറ്റുമാണ്. അപ്പോൾ ശരത്ചന്ദ്രൻ, ശരത് പൗർണമിയിലെ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആ മഴമേഘങ്ങളെല്ലാം നീങ്ങി നമ്മുടെ അവിടെ പറഞ്ഞാൽ ചിങ്ങം കന്നി മാസമായിട്ടായിരിക്കും, ചിങ്ങത്തിൻ്റെ എൻഡിലോ അല്ലെങ്കിൽ അവസാനമായിട്ടാണ് വരുന്നത് നവരാത്രി കാലം. അപ്പോൾ ഏറ്റവും തെളിഞ്ഞ ആകാശമായിരിക്കും അവിടെയുള്ള പൂർണ്ണചന്ദ്രൻ എന്ന് പറഞ്ഞാൽ. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗർഭയുണ്ട്, സോങ് ഉണ്ട്, ശരത് പൂനമിനി രാത്മാ ചാന്തലിയോ ഉഗ്യോച്ചേ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള. അപ്പം അതിനകത്ത് പറയുന്നത് ഏനാ കിരണോ രേലായിച്ചേ ആഭുമ എന്ന്. അതിൻ്റെ ആ ചന്ദ്രൻ്റെ ആഭയിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുകയാണ് ഈ പ്രപഞ്ചം. ശരത്കാല ഋതുവിലെ പൗർണമിയുടെ ചന്ദ്രൻ്റെ അതിനകത്ത് മുങ്ങി നിൽക്കുകയാണ്. സകല ദേവീദേവന്മാരും നമ്മളിലെല്ലാം ആഹ്ലാദം ജനിപ്പിക്കുന്ന രാത്രിയാണ് ആ ശരത്കാല ചന്ദ്രൻ. ആ ശരത്കാല ചന്ദ്രനെ ശരത്കാല ചന്ദ്രനെ ആരാധിക്കാൻ, ദേവി ആരാധിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണ് ആ ശരത് നവരാത്രിയിലെ പൂർണിമ ദിവസം, നവരാത്രി കഴിഞ്ഞു വരുന്ന പൂർണിമ എന്നുള്ളതാണ് ഇവിടെ ശാരദാരാധ്യ എന്നുള്ളതിന് ശരത് നവരാത്രിയിൽ ആരാധിക്കപ്പെടുന്നവൾ എന്നുള്ള ഒരു നാമം കൂടി ഇവിടെയുണ്ട്. ഇനിയോ അടുത്തത് ശർവാണി, ഇവിടെ ഒരു നാമം കൂടി. അപ്പൊ ശർവൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ശിവൻ. ഇവിടെ ആദ്യം നമ്മൾ നേരത്തെ എന്താണ് കണ്ടത്? ജലരൂപിയായിട്ടുള്ള ശിവനെയാണ് കണ്ടത്, ഭവാനി എന്ന് പറഞ്ഞപ്പോൾ. ഇവിടെ ശർവാണി എന്ന് പറഞ്ഞാൽ ആരാണ്? ക്ഷിതിരൂപി, ഭൂമിയുടെ രൂപമായിട്ടുള്ള പിന്നെ രൂപം എടുത്തിട്ടുള്ള അഷ്ടമൂർത്തികളിൽ ഭൂസ്വരൂപമായിട്ടുള്ള ശിവനാണ് ആര്? ശർവൻ. ആ ശർവന്റെ പത്നിയാണ് ശർവാണി എന്ന് പറയുന്ന ഈ ദേവി. അപ്പോൾ ക്ഷിതിമൂർത്തിയായ പരമേശ്വരന് ശർവൻ എന്ന പേർ. ആ ക്ഷിതിമൂർത്തിയായിട്ടുള്ള സർവേശ്വരന്റെ പത്നിയാണ് ആര്? ശർവാണി. അങ്ങനെ ആ ശിവമഹിംന സ്തോത്രത്തില് 8 അഷ്ടമൂർത്തികൾ ആരൊക്കെയാണ്? അവർ പലയിടത്തും പല പേരുകളും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാറുണ്ട്. ശിവമഹിംന സ്തോത്രത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള സ്തോത്രമാണ്. അതിനകത്ത് അഗ്നിരൂപത്തില് രുദ്രനാണ്, ആകാശരൂപത്തില് ഭീമ എന്ന് പറയുന്ന ഭീമസ്വരൂപനായിട്ടുള്ള ശിവനാണ്, ആത്മാവായിട്ട് അല്ലെങ്കിൽ മനസ്സായിട്ടിരിക്കുന്നത് പശുപതി രൂപത്തിലുള്ള അഷ്ടമൂർത്തിയാണ്, ചന്ദ്രനായിരിക്കുന്നത് മഹാദേവൻ തന്നെയാണ്, സൂര്യനായിരിക്കുന്നത് ഈശാനൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഭാവത്തിലാണ് ഈശാനിയായി മാറുന്നത് ആ ദേവി. അപ്പോൾ ഈശാനന്റെ പത്നിയായിരിക്കുന്നതാണ് ഈശാനി. അപ്പോൾ സൂര്യഭാവത്തിൽ ഈശാനനാണ്. അപ്പോൾ 2 ഭാവം നമ്മൾ കണ്ടു. മറ്റത് ജലം ഭവനാണ്, അതുപോലെ തന്നെ വായു എന്ന് പറയുന്നത് ഉഗ്രൻ എന്ന് പറയുന്നതാണ്.
ഇവിടെ ശർവൻ എന്ന് പറയുന്നത് ഭൂമി രൂപത്തിലുള്ള അഷ്ടമൂർത്തിയാണ്. അതിനെ 8 രൂപങ്ങളാണ്. ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. അഷ്ടമൂർത്തിയാണ്. അപ്പോൾ അഷ്ടമൂർത്തി ശിവനാകുമ്പോൾ അഷ്ടമൂർത്തി ദേവിയുമാണ്. അത്രയും ഐക്യമാണ്. ശിവശക്തി ഇല്ലാതെ ഈ ബ്രഹ്മാണ്ടത്തിൽ ഒന്നും നടക്കില്ല എന്നുള്ള ഒരു തത്വമാണ്, ശാസ്ത്ര തത്വം തന്നെയാണത്. അപ്പോൾ ഇനി 124ാമത്തെ നാമം അങ്ങനെ ശർവാണി എന്നുള്ളത് നമ്മൾ കണ്ടു. ശർവൻ, ശിവൻ, ഭൂതത്വമായിട്ടുള്ള ശിവൻ. ജലം വേണം, ഭൂമി വേണം. ജലത്തിൽ നിന്ന് ഉൽപ്പത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഭൂമി വേണം അതിന് വളരാൻ. അങ്ങനെയാണ്. വായു വേണം. അപ്പോൾ പഞ്ചഭൂതങ്ങളാണ് 5 ശിവൻ അഷ്ടമൂർത്തികളിൽ. അത് കഴിഞ്ഞാൽ സൂര്യനും ചന്ദ്രനുമാണ് 7. 8ാമത്തത് നമ്മൾ തന്നെ, ആത്മാവ് അല്ലെങ്കിൽ ആ ബ്രഹ്മസ്വരൂപി എന്നാണ് പറയേണ്ടത്. ഇനി 125ാമത്തെ നാമം പെട്ടെന്ന് കാണാം. ശർമ്മദായിനി. ശർമ്മദായിനി എന്ന് പറഞ്ഞാൽ, ശർമ്മം എന്ന് പറഞ്ഞാൽ സുഖം. ഷ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. ശർമ്മം എന്ന് പറഞ്ഞാൽ സുഖം. അപ്പോൾ സുഖത്തെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി ശർമ്മദായിനി. അപ്പോൾ ലൗകിക സുഖത്തെയാണ് ഇവിടെ ശർമ്മം എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്, ശർമ്മദായിനി എന്ന്. അപ്പോൾ ദേവി തന്നെ മോക്ഷവും നമുക്ക് തരുന്നു എന്നുള്ളതാണ് ഇവിടെ അർത്ഥം. അപ്പോൾ നമ്മളിവിടെ 42ാമത്തെ ശ്ലോകം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ സബരി അവസാനിപ്പിക്കാം. ഒന്ന് ചൊല്ലാം ആ ശ്ലോകം. ഭക്തിപ്രിയാ ഭക്തിഗമ്യ ഭക്തിവശ്യാ ഭയാപഹ ശാംഭവി ശാരദാരാധ്യ ശർമാണി ശർമ്മദായിനി ശർവാണി ശർമ്മദായിനി. അപ്പോൾ ഇങ്ങനെ 42ാമത്തെ ശ്ലോകത്തോടുകൂടി ഇന്നത്തെ നമ്മുടെ സബരി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ നാമങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്തെടുക്കുക. സിനിമ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സിനിമയിലെ കഥ അങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുന്നതിനെ ചിട്ടപ്പെടുത്തി എടുത്തിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും എടുക്കുന്നത് പോലെ കുറച്ച് സമയമെടുത്ത് ഇതിനൊക്കെ ഒന്ന് മനസ്സിൽ പ്രതിഷ്ഠിക്കുക. ചൊല്ലുമ്പോൾ അതെല്ലാം വരണം നമ്മുടെ മനസ്സിൽ. അത് നമ്മൾക്ക് പതുക്കെ പതുക്കെ അതെല്ലാം പ്രാക്ടീസ് ചെയ്യാം, ആ ടെക്നിക്കൊക്കെ. എന്നാലും ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. നമസ്കാരം. ഇന്ന് സതി ചേച്ചിയാണ് ഇന്നത്തെ കീർത്തനം പാടുന്നത്. നമസ്കാരം.